ഈ ഹോശിയ പ്രവചനം, ഈ പ്രവചന പുസ്തകത്തിലെ ഹോശിയ പ്രവചന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എബ്രയീം എന്ന വിഷയമാണ്. എബ്രയീം നമുക്കറിയാം. എബ്രയീമിന്റെ ജനനം, വളർച്ച, ജീവിതചര്യ, മാത്രമല്ല എബ്രയീമിന്റെ പാപത്തിന്റെ പട്ടിക, അതിന്റെ പ്രകൃതി. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇവന്റെ പിന്മാറ്റാവസ്ഥ. അങ്ങനെ നിർത്തുന്നില്ല. എന്നാൽ ഒടുവിൽ ഈ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കി മടക്കി വരും. ഇതാണ് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. എബ്രയീം. വേദപുസ്തകം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം എബ്രയീമിനെ പറ്റി എടുത്തു പറയുന്നെങ്കിലും അന്നത്തെ ഇസ്രായേലിന്റെ ആത്മീക നിലവാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമ ദൈവ കുഞ്ഞുങ്ങളുമായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ നിലവാരം അങ്ങനെ തന്നെ. അപ്പോൾ ആ നിലവാരത്തിൽ നിന്ന് നമുക്കെല്ലാം ഒരു മടങ്ങിവരവ് ആവശ്യം. ദൈവത്തിലേക്ക്, വചനത്തിലേക്ക്, ഉപദേശത്തിലേക്ക്, പ്രമാണത്തിലേക്ക് ഒരു മടങ്ങിവരവ് ആവശ്യം. അതിന് ദൈവം ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എബ്രയീമാണ് ഈ പ്രവചന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഹോശിയ പ്രവചനത്തിൽ ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ചരിത്രം. എബ്രയീം നമുക്കറിയാം യാക്കോബിന്റെ പുത്രൻ അല്ല, യോസേഫിന്റെ പുത്രൻ. യോസേഫിന് ഇസ്രായേലിൽ വെച്ച് ജനിച്ച 2 പിള്ളേരിൽ ഇളയവനാണ് എബ്രയീം. വായിക്കാം. 50:41-50-51 അറിവുള്ള വാക്കുകളെങ്കിലും വായിക്കുന്നത് ഉചിതമാണ്. കാരണം ഇതിനകത്തുള്ള കാര്യമാണെന്ന് മനസ്സിലാവും. ക്ഷാമകാലം വരും മുമ്പേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫാരയുടെ പുത്രി മകൾ അസ്നത്തെ പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പ്രതിമമാക്കുകയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫിന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. മനേഷ് എന്ന് പേരിട്ടു. ആദ്യത്തെ പുത്രനാണ് മനേഷ്. അടുത്തത് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ്, സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന പേര്, രണ്ടാമത്തവന് എബ്രയീം എന്ന് പേരിട്ടു. അപ്പോൾ മൂത്തവൻ മനേഷ്, ഇളയവൻ എബ്രയീം. മനേഷ് എന്ന വാക്കിന് ഒരർത്ഥം മറക്കുക. എബ്രയീം എന്ന വാക്കിന് ഒരർത്ഥം വർദ്ധന. ഇതിനകത്തൊരു ആത്മീയ സത്യപാഠം. ദൈവമക്കൾ ചില കാര്യങ്ങളൊക്കെ മറന്നാൽ, വിട്ടുകളഞ്ഞാൽ, ഉപേക്ഷിച്ചാൽ ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. ഇപ്പോഴും വൈരാഗ്യത്തോടെ, കടുപ്പെടുത്തത്തോടെ, പിടിവാശിയോടൊക്കെ നമ്മുടെ ഇടയില് ദൈവമക്കൾ മാത്രമല്ല പാസ്റ്റർമാരുമുണ്ട്. എന്റെ ജീവൻ പോയാൽ ഞാൻ ക്ഷമ ചോദിക്കുകയല്ല, എന്റെ പെണ്ണിൽ പോയാൽ ഞാൻ അവനുമായിട്ട് നിങ്ങൾ എന്തേലും എന്റെ പൊക്കിന് ജീവനുള്ള കാലത്തോളം ആ വീടുമായിട്ട്, അതുകൊണ്ടായിരിക്കും എതിരണ്ടാപ്രയം പോലെ നടക്കുന്നത്. പെന്തിക്കോസ് വന്നിട്ട് 20-40 കൊല്ലമായി രക്ഷപ്പെടുന്നില്ലല്ലോ. ഏത് വിധത്തിലാണെങ്കിലും ഒന്നത്തിൽ ആത്മീയമായിട്ട് രക്ഷ വേണം, അല്ലെ ഭൗതികമായിട്ട് ഒരു നന്മ. ഇത് രണ്ടുമില്ല. എല്ലാം പിടിവാശി വിടുന്നില്ല. ഇപ്പോഴത്തെ ഇരുപ്പ് കണ്ടാൽ നമ്മൾ പാവതാനെന്ന് പാവം ഒന്നും വലിയ ആറ്റം സൈസാണ്. ഇനിയിപ്പോ യോഗമായതുകൊണ്ട് പറഞ്ഞ് ഇരിക്കുന്നുണ്ടോ? എല്ലാവരുടെയും കാര്യമല്ല, മിക്കവരുടെയും കാര്യമാണ്. അപ്പോൾ വചനത്തിൽ നിന്നൊരു കാര്യം പറയാം. ഞാനും നിങ്ങളും ചിലതൊക്കെ മറന്നാൽ, വിട്ടുകളഞ്ഞാൽ, ക്ഷമിച്ചാൽ, ഒന്ന് തോറ്റു കൊടുത്താൽ സൂക്ഷം ദൈവം നിങ്ങളെ വർദ്ധിക്കും. അപ്പൊ അവൻ മൂത്തവൻ മനേഷ്. അവനുണ്ടായപ്പോൾ യോസേഫ് പലതും മറന്നു. അങ്ങനെ ദൈവദാസനെ വായിച്ചു. ക്ഷാമകാലം വരും മുമ്പേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫാരയുടെ മകൻ അസ്നത്തെ പ്രസവിച്ചു. പോത്തിഫാരയുടെ മകൻ അസ്നത്തെ പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനവും
ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞവന് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേര് എന്ന് വാക്കിന്റെ അർത്ഥം മറക്കുക. എന്തോ ക്ഷേണായി മാസ്റ്റർ അങ്ങോട്ട് നോക്കുന്നത് എന്തോ പുറയിൽ കേൾക്കാൻ ഒക്കുന്നില്ലെന്ന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പുറയിൽ പുറത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ ഒക്കുന്നില്ല. സൗണ്ട് പുറത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ ഒക്കുന്ന സൗണ്ട് കുറവാണ്. അവിടെ നിൽക്കുന്നത് ബിനുവാ. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നവർക്ക്? സത്യമേ പറയാവൂ. അതും അവര് കേട്ടില്ല. ഇന്നലെ ഇങ്ങനെ ആയിരുന്നു. ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ? ഇല്ല. മോനെ അതങ്ങനെയാണ്. തൊട്ടി മാറ്റി ഇരിക്കാതെ പെട്ടെന്ന് നന്നായി കൊടുക്കും. പെട്ടെന്ന് കൊടുക്കും. ഇങ്ങോട്ട് വാ. ഇവിടെ വന്നു. ഇവിടെ എനിക്ക് കാണുന്നു. ഇങ്ങോട്ട് വാ. അവിടെ പോയി എൻ്റെ ഇവിടെ പോയി വന്നാണ് അത് ക്ലിയർ ആക്കി. എന്നിട്ട് വെളിയിൽ പോയി മോനൊന്ന് നോക്കി വെച്ചിട്ട് വരണം. ഞാൻ പറഞ്ഞ് ക്ലിയർ ആകുന്നുണ്ടോ? ഇവിടെ ഇരുന്ന കാര്യം നടക്കുക. വെളിയിലോട്ട് പോയി ക്ലിയർ ആകുന്നു എന്ന് കേട്ട് ക്ലിയർ ആയി ഇവിടെ വന്നിരിക്കുകയും ചെയ്യണം. പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ കുത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് ചെന്നു ഞാൻ പിന്നെ പൈസ കൊടുക്കുന്നുണ്ടോ? എന്നാ പെട്ടെന്ന് അടുത്തിന് ചുമ്മാതായിരിക്കുമോ? എത്ര കൊള്ളും പിശാചി ലോകം, എത്ര നാൾ പരിച്ചു കൊള്ളും. എത്ര നാൾ പറഞ്ഞും കൊള്ളും ആത്മപാദങ്ങൾ ശുദ്ധിമാരുടെ കർത്താവെ നോക്കി കാണുക പാതലത്തിൻ ദുരിതം. 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 സാത്താന്റെ ധിക്കാരത്തെ നീങ്ങുവാനായി പ്രിയ. സാത്താന്റെ ധിക്കാരത്തെ നീങ്ങുവാനായി പ്രിയ. കാലതാമസം എന്താണോ വന്ദിക്കാനേച്ചു. കാലതാമസം എന്താണോ. നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ
ശ്രദ്ധിക്കുക, യോസേഫിന് 2 മക്കളെ ജനിച്ചു. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് സുഭിക്ഷതയുടെ പക്ഷത്ത്. മൂത്തവന്റെ പേരാണ് മനീഷ്, വാക്കിന്റെ അർത്ഥം മറക്കുക. ഇളയവന്റെ പേരാണ് എബ്രയീം, വാക്കിന്റെ ഒരർത്ഥം വർദ്ധന. അപ്പോൾ കുടുംബക്കാരും ജ്യേഷ്ഠന്മാരും വേണ്ടപ്പെട്ടവരുമൊക്കെ തനിക്ക് വിരോധമായി എതിരായി ഒത്തിരി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം യോസേഫ് മറന്നു. അങ്ങനെ മറന്നതുകൊണ്ടാണ് അടുത്ത ചെറുക്കനെ ദൈവം കൊടുത്തത്. വാക്കിന്റെ അർത്ഥമാണ് വർദ്ധനവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനിയായ ദൈവമക്കളോട് പറയാം, ചിലതൊക്കെ നമ്മൾ മറന്നാൽ, വിട്ടുകളഞ്ഞാൽ, ഉപേക്ഷിച്ചാൽ, ക്ഷമിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും. സൂക്ഷ്മത്തിൽ നിന്നെ ഉയർത്തും. ഞാനെപ്പോഴും പറയും, അപ്പൊ നമ്മൾ അങ്ങനെ ക്ഷമിക്കുമ്പോൾ, മറക്കുമ്പോൾ, വിട്ടുകളയുമ്പോൾ, ക്ഷമ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ എപ്പോഴും പറയുമ്പോൾ തോറ്റുപോയി, പേടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട്. തോക്കുന്നതൊക്കെ നല്ലതാണ്. എപ്പോഴും ഇങ്ങനെ വിജയിച്ചു പോയാലും ക്ഷമ ചോദിക്കുന്നത് നല്ലതാണ്. കുഴപ്പമൊന്നും വരില്ല. ഇന്ന് രാത്രിയില് അങ്ങനെയൊക്കെ ഒന്ന് ക്ഷമിച്ചാൽ, വിട്ടുകിടഞ്ഞാൽ, ഉപേക്ഷിച്ചാൽ ദൈവം നിങ്ങളെ ഉയർത്തും. അപ്പോൾ ഈ എബ്രയീം എന്ന വാക്കിന്റെ അർത്ഥമാണ് ആട്ടെ. എബ്രയീമിനെ പറ്റി ധാരാളം കാര്യം പറഞ്ഞാൽ കൊള്ളാമുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട ഒരു ചെറിയ ചിന്ത ഇന്ന് രാത്രി നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. 2-ാം അധ്യായം 14-ാം വാക്യമാണ് വായിച്ചത്. അതുകൊണ്ട് ഞാൻ അവിടെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇന്ന് രാത്രിയില് അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ള വളരെ ലളിതമായിട്ട് വിശാലമായിട്ട് ചിന്തിക്കാം. മരുഭൂമിയിൽ എന്തുണ്ട്? ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമവും പുതിയ നിയമവും പ്രതിരൂപ സ്വരൂപങ്ങളാണ്. ഒന്നുകൂടെ മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞാൽ നെടിലും പൊരുളുമാണ്. പഴയ നിയമത്തിലെ പല സംഭവങ്ങൾ നേടലും അതിന്റെ പൊരുളാണ് പുതിയ നിയമത്തിലേക്ക്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ട്? ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞാൽ എന്താണ് മരുഭൂമി? ന്യായമായിട്ടൊരു മറുപടി പറഞ്ഞാൽ മരുഭൂമി ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു നിഴലായിട്ട് നോക്കും. ഇങ്ങനെ ഒരു പ്രയോഗം ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടി മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവരും. അപ്പൊ അങ്ങനെ ആ നിലയിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്ന്. ഞാൻ എപ്പോഴും പറയും, ഈ മരുഭൂമിയിൽ എന്തുണ്ട് എന്നറിഞ്ഞിട്ട് ഈ മരുഭൂമിക്കൂടി യാത്ര ചെയ്താൽ ഈ യാത്ര ആനന്ദത്തിന്റെ, അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ യാത്രയാണ്. ഒന്നും അറിയാൻ മേലാതെ നമ്മൾ യാത്ര ചെയ്യും. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തളർന്നു പോകും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗത്തിനെ സംബന്ധിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ ആ യോഗത്തിൽ സംബന്ധിച്ച 2 പിതാക്കന്മാർ, 2 പേരും പ്രായമുള്ളവര്, നന്നായി പ്രായമുള്ളവര്. പിന്നീട് മനസ്സിലായി, ഒരു പിതാവ് പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നൊരു പിതാവ്, മറ്റേ പിതാവ് ആരംഭകാല വിശ്വാസം, പഴയ ആളാണ്. അപ്പൊ യോഗം കഴിഞ്ഞ് മിറ്റത്തിരുന്ന് സംസാരിക്കുക. ഞാൻ അകത്ത് കേട്ടുകൊണ്ടിരിക്കുക. അല്പം ഉറക്കെ ആയതുകൊണ്ട് കേൾക്കാം. അപ്പോൾ ഈ പുതിയ വിശ്വാസിയാകുന്ന പിതാവ് പഴയ വിശ്വാസിയാകുന്ന പിതാവിനോട് പറയാ, ചാക്കോച്ച, പുള്ളിയുടെ ഭാഷയാ, ചാക്കോച്ച ബെന്തിക്കോസ് വന്നപ്പോഴാ ഇതുകൊണ്ടെന്നറിഞ്ഞു. എന്തോ പ്രശ്നം. ബെന്തിക്കോസ് വന്നപ്പോഴാ ഇതുകൊണ്ടെന്നറിഞ്ഞു. അപ്പൊ പഴയ വിശ്വാസിയാകുന്ന പിതാവ് മറുപടി പറഞ്ഞു. അത് ഉറക്കെയാണ്, വിവരിച്ചാണ്.
ഇതെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ പുതിയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തോ പ്രശ്നം വന്നപ്പോൾ പുള്ളി ആകെ ക്ഷീണിച്ചു തളർന്നു. അദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയും മറുഭാഷയാണ്. അപ്പൊ അതിനെതിരായിട്ട് എന്തോ വന്നപ്പോൾ ആ പുള്ളി ഇതും ഉണ്ടോ. അപ്പൊ പഴയ വിശ്വാസിക്കറിയാം, പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞ് മിക്കവന്മാര് പാലയും വെക്കും, അടിയുണ്ടാക്കും, കാലുവാരും മുറികാല് പെട്ടുകളൊക്കെ ഇതിനകത്ത് ഓർക്കൂടൊക്കെ ഉണ്ട്. അതാ പഴയ വിശ്വാസം ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അത് ന്യായമായ കാര്യമാണ്. ദൈവത്തിന് മഹത്വം. കാവാലി ചേർക്കാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, പുതിയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇനി അവരെ കാണാൻ കണ്ടോ വേണ സ്റ്റേജിലുണ്ട് വേഗം അപ്പോൾ പുതിയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. അതാ എന്തോ പ്രശ്നം വന്നപ്പോ പുള്ളി ആകെ ക്ഷീണിച്ചു. എന്നാൽ പഴയ വിശ്വാസിക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്. ആ ഉള്ളതിന് എന്തോ വന്നപ്പോ പുള്ളി പറഞ്ഞതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മരുഭൂമിയിലും എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ ഈ യാത്രയിൽ നീ പിന്മാറത്തുമില്ല, ക്ഷീണിക്കത്തുമില്ല, തളർന്നു പോകത്തും. ആരെതിരെ പോയാലും നീ ക്ഷീണിക്കുക. അത് വരും കണ്ട് നീ പതറത്തുമില്ല. ചെല്ലു പറയാം അവരങ്ങനെ ഇവരിങ്ങനെ മറ്റവരങ്ങനെ അപ്പിടി ഇവിടെ അതൊക്കെ ഇതിനകത്ത് കിടക്കും. നമ്മുടെ തിരുവനന്തപുരത്തിന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തെല്ലാം അപകടങ്ങളാണ് കാണുന്നത്. സൈക്കിൾ മുക്കി കിടക്കുന്നത് കാണാം, വണ്ടി പിടിച്ച് കിടക്കുന്നത് കാണാം, വിശുദ്ധോചുംബനം ചെയ്ത് വണ്ടി കിടക്കുന്നത് കാണാം, ചിലത് വീല് മേളിലോട്ടായി കിടക്കുന്നത് കാണാം, ചിലത് 2 വീല് കിടന്ന് അത് അന്നേരം പിടിച്ചതാണ് കറങ്ങുന്നത് കാണാം, ചിലത് ഉച്ചിയും കുത്തി അങ്ങോട്ട് കിടക്കുന്ന കാണാം. പിന്നെ നമ്മൾ പറയാം ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നില്ല, തിരിച്ചു പോകും, അതാണ് എൻ്റെ മര്യാദ. അതൊക്കെ ഇതിനിടയിലുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് പോകുന്ന വണ്ടിയെ സ്തോത്രം ചെയ്ത് നിയമം പാലിച്ച് ദൈവത്തെ പരിഗണിപ്പിച്ച് അങ്ങോട്ട് പോയാൽ, നിയമപ്രകാരം പോയാൽ ബാക്കിയൊക്കെ ദൈവം കരുതിക്കും. അപ്പോൾ ഇതിനകത്ത് പല പ്രശ്നമുണ്ട്. എന്നോട് ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞു, ഇനി പെന്തിക്കോസിലില്ല, അതിനാ കുമ്പനാട്ട് പ്രശ്നമാണ്. അതിന് നിനക്കെന്നാ കുമ്പനാട്ട് ഈ സമയത്ത് ഇപ്പോഴാണോ പ്രശ്നം തുടങ്ങുന്നത്? നിങ്ങൾക്ക് അറിയത്തില്ല. സത്യം നിങ്ങൾ സത്യം പറയത്തില്ലേ? ഇവിടെ ഈ മുളക്കൊടി ഇങ്ങോട്ട് വന്നതേ പ്രശ്നത്തില്ല. ഓ എല്ലാവരും ഒന്നിച്ചോടെ നിൽക്കുകയല്ലായിരുന്നു. പുറമെ പറയുമ്പോൾ പലത് പറഞ്ഞെങ്കിൽ എന്താ അകത്ത് പ്രശ്നങ്ങളല്ലേ? മിണ്ടത്തില്ല. ഓ മിണ്ടണ്ട. നമ്മൾ ഓർക്കുന്ന ഈ അടുത്ത കാലത്ത് അല്ല മുളക്കൊടിയ പ്രശ്നമില്ലായിരുന്നു. ഇല്ലേ? എവിടെ പ്രശ്നമില്ല? പേരും സ്ഥലവും ഒന്നും പറഞ്ഞില്ല. ഒറ്റ തൊഴിക്കാണ് അറിവ് തുറന്നത്. ആരാ എപ്പോഴാണ് എന്നോട് ഇപ്പൊ ചോദിക്കുന്നത്? ആളിനെ അറിയാം, സംഭവം അറിയാം, എല്ലാം അറിയാം, പറയുന്നില്ല. എവിടാ പ്രശ്നമില്ല? അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു ശാലോനിൽ പ്രശ്നമില്ല. അവിടെ ഉണ്ട്. എവിടെ ഇല്ല? ഇല്ലാത്തൊരു സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു. അത് കൈ നോക്കിക്കുന്നു. തല കുറഞ്ഞതാണ്. ഞാനൊന്ന് കൈ നോക്കാൻ പറഞ്ഞു. എവിടെ എടാ അവിടെ ഞാൻ വണങ്ങിയത് ഇങ്ങനെ ഏതാ അവിടെ കടക്കിയത്? അപ്പൊ ശ്രദ്ധിച്ചേ, പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അസംബ്ലി പ്രശ്നമില്ലേ? ഇല്ലേ? നിങ്ങളെന്തായാലും പറ. ഒരാൾ നടന്നു പോയത് കൊണ്ട് കുറെ പ്രശ്നം വന്ന് ഒതുങ്ങി കണ്ടുകൂടെ. പിന്നെ നിങ്ങളെ എങ്ങനെ സൂക്ഷിച്ചു നോക്കണം. എവിടെ പ്രശ്നമില്ല? എല്ലായിടത്തും ഉണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് പിതാക്കന്മാരുടെ കാലം. അതും അധികം പറയാതിരിക്കുന്നതാ. ഒറ്റ രാത്രി കൊണ്ട് സഭ കൊള്ളുന്ന വാഴയെല്ലാം വെട്ടി നശിപ്പിച്ചത്. അത് എവിടെയാണ് ഇപ്പൊ എന്നോട് ചോദിക്കരുത്.
ചിലരെന്നെ അവിടെ ഇങ്ങനെ നോക്കുന്നത് ഉള്ളതായി പറയാം. അപ്പൊ ചില പറയാം ഞങ്ങളുടെ സമുദായത്തിലല്ല ഉള്ള ഡെഡ് ബോഡി വെച്ച് അടക്കുന്നതിന് വിഷയം വില പറയുക. യാക്കോബായ ഓർത്തഡോക്സ് കൂടെ എവിടെ അതിനകത്ത് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സാഹു പാസ്റ്റർ വന്ന് എനിക്ക് കയറി വരാം. മണർകാട് സെന്റർ നിങ്ങളടുത്ത് സെൻട്രൽ മാസ്റ്റർമാർ അടുത്തില്ല. ഓരോരുത്തരും നാട്ടാന്റെ നിലയിലത്. അപ്പൊ ശ്രദ്ധിക്കുക, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. എവിടെ ഇല്ലാത്തത്? IPC-യിലും ഉണ്ട് പ്രശ്നം, അസംബ്ലീസ് ബോർഡിലും ഉണ്ട്, ചർച്ച ബോർഡിലും ഉണ്ട്, ഷാരോണിലും ഉണ്ട്. എന്നാലും എടുത്ത് പറഞ്ഞ കല്ലുമേലില്ലെന്ന് ഉള്ള സകല മലയിലും എല്ലാ മലയിലും പ്രശ്നമില്ല. കല്ലുമല മാത്രമാണോ പ്രശ്നം? ഓ, എല്ലാ മലയിലും ഇപ്പൊ പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാം അവിടെ കിടക്കും. നീ അതിന്റെ പുറകെ കടിച്ചു ഞാനാൻ പോകരുത്. നിന്നെ ഏൽപ്പിച്ച കാര്യം നന്നായി ചെയ്ത് വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടി നല്ല അവകാശം പ്രാപിക്കണം. അതിന് രാത്രി സമർപ്പിക്കണം. കഥാവ് ഒരു പ്രലോഭം പറഞ്ഞ് ഇടർച്ച വരുന്നത് നല്ലതാണ്, പക്ഷെ വരുത്തുന്നവൻ അതവൻ തീർത്തോളൂ. വരുന്നത് നല്ലതാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ ഈ യാത്ര അനുഗ്രഹത്തിന്റെ ആനന്ദത്തിന്റെ യാത്രയാണ്. ഒന്നുകൂടെ തെളിച്ച് പറയാം, മരുഭൂമി എന്ന് പറഞ്ഞാൽ മുമ്പേ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന്റെ സഭയ്ക്ക് നടുവിൽ കൂടെ ആയിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ ഈ മരുഭൂമി യാത്രകൾ ക്ഷീണിക്കത്തില്ല, തളർന്നു പോകത്തില്ല, പതറത്തില്ല, പിന്മാറത്തില്ല, സന്തോഷത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ വളരെ ശാന്തമായി ചിന്തിക്കുന്ന മരുഭൂമിയിൽ എന്തുണ്ടെന്ന എന്തായാലും നന്നായിട്ട് വാക്യം വായിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും വായിച്ചിട്ടാണ് ഞാൻ വാക്യങ്ങളെല്ലാം ആദ്യം പറയാം. അപ്പോൾ ഒന്ന് എടുത്തു വെച്ച് ക്രമകാലം മുമ്പേ നല്ല ടോണിലാണ് വായിക്കുന്നത്, നന്നായിരിക്കും. ഈ ചിലടത്ത് എന്നാൽ ആള് കളിക്കാൻ വേണ്ടി ചാടി വായിക്കും. അവർ വേറെ പുസ്തകമായിട്ട് പരിചയമുള്ളവരല്ല, കൺവെൻഷൻ ആയതുകൊണ്ട് കയറി കേൾക്കണം. അത് കിടന്ന് തെറ്റിക്കുകയും ചെയ്യും, ഒക്കത്തില്ല. ഇതൊന്നും കൈകാര്യം ചെയ്യുന്നവർ വേണം വായിച്ച് തല ദൈവത്തിന് മകന് നന്നായിരിക്കുന്നു, നല്ലതാണെന്ന് ഞാൻ നല്ലതാണെന്ന് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാണ്. ഞാൻ വാക്യമെല്ലാം പറയാം, എടുത്തു വെച്ച് പിന്നാലെ വായിച്ചു തരണം. ഉൽപ്പത്തി പുസ്തകം 21:14, അതിന്റെ 19, പുറപ്പാട് 3:1-2, പുറപ്പാട് 3:18, അതുപോലെ പുറപ്പാട് 5-ാം അധ്യായത്തിന്റെ 1, 2, 3, പിന്നെ പുറപ്പാട് 15:22 മുതൽ 27 വരെ, പുറപ്പാട് 16:31, പിന്നീട് മത്തായി 4:1, 2, 3, ലൂക്കോസ് 4:1, 2, 3, മർക്കോസ് 1:2, 3, 4, 29-ാം സങ്കീർത്തനത്തിന്റെ 8, 9, 10. ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പം ആദ്യം വായിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട് വായിച്ചത്? അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്ത് അവളെ അയച്ചു കൊടുത്തത്. അവൾ പുറപ്പെട്ടു പോയി മരുഭൂമിയിൽ ഉഴുന്നു നടന്നു. നമ്മുടെ വിഷയം വിട്ടുപോകരുത്. മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളത് അത് ചിന്തിച്ചല്ലോ. മരുഭൂമി ദൈവസഭയ്ക്ക് ഒരു നിഴലായിട്ട് നൽകുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൈവസഭയിൽ മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട് ഇടയ്ക്ക് കേട്ട് പറയാം. ഏതാ സഭ? എന്താ സഭ? സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. അത് മരുഭൂമിയായിട്ട് നിഴലായിട്ട്
കേൾക്കുന്നു. ഇന്ന് രാത്രി ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ആ ദൈവസഭയിൽ അല്ല, മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാണ്. ആ പദം അനുസരിച്ചാണ് ഇന്നത്തെ വിഷയം. പദം അനുസരിച്ച വിഷയം തിയോളജി അല്ല, ആ പദത്തോട് ബന്ധപ്പെട്ടെന്ന് പോവാ. തിയോളജിക്കാരൊക്കെ ചിലപ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട്, അത് ഇന്നങ്ങ് വിടെ. അപ്പൊ അതുകൊണ്ട് മരുഭൂമിയിൽ എന്തുണ്ട്? ഇവിടെ ഉൽപ്പത്തി പുസ്തകം 21:14 വായിച്ചത്, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുകയാണ്. ശ്രദ്ധിക്കണേ, കൂടുതൽ ദൈവമക്കളാണല്ലോ, അതുകൊണ്ട് ആ നിലയിലാണ് പോകുന്നത്. ബേർശേബ മരുഭൂമിയിൽ തന്റെ തലമുറയാകുന്ന ഇസ്മായിലിനെ കൈക്ക് പിടിച്ച് വേദനയോടെ ഭാരത്തോടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരി. ഞാൻ പറയാറുണ്ട്, സാഹചര്യം നോക്കിയാൽ ഈ ഹാഗാർ ഇങ്ങനെ അരഞ്ഞു നടക്കേണ്ടവളല്ല. ചില സഹോദരിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പാസ്റ്ററെ ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആളെ അല്ല. വേറെ ചില സ്ത്രീകൾ പറയൂ, എന്റെ പാസ്റ്ററെ ഞാൻ ഈ വീട്ടിൽ വരേണ്ട ആളെ അല്ല. ലണ്ടൻകാരൻ വരാവാണ് എന്നെ കാണാൻ, എന്നാലും എന്നെ കൊണ്ടുവന്ന് ഈ കൗതലത്ത് എടുക്കാം. ഞാൻ ഇങ്ങനെ ഒന്ന് ജീവിക്കേണ്ട ആളല്ല, ഞാൻ ഇങ്ങനെ ഇവിടെ വരേണ്ടതല്ല. എന്റെ അല്പം കൂടെ കേട്ട് പറയും, എന്റെ വീട്ടുകാരൊക്കെ നല്ല നിലയിലാണ്. എന്റെ മൂത്ത ഞാങ്ങളെയും നടുവത്ത് ഞാങ്ങളെയും കൊച്ചാങ്ങളെ എന്റെ കുഞ്ഞാങ്ങള. നീ കുഞ്ഞാങ്ങളയുടെ ഞാനോ നോക്കുന്നതൊക്കെ പറഞ്ഞ് വായിൽ തൂക്കി അങ്ങോട്ട് ചെല്ലുമ്പോ ഓർത്തോണം അവിടെ നാത്തൂനുണ്ടെന്ന്. വലിയ വകുപ്പൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ നാത്തൂൻ ചോദിക്കും, അമ്മാമ്മ 12ന്റെ വണ്ടിക്കാണോ പോകുന്നത്, 2ന്റെ വണ്ടിക്കാണോ? 12ന്റെ ആന്ന് നമ്മുടെ വാവുക്കെന്ന് തന്നെ കിട്ടി, 2ന്റെ ആന്ന് അങ്ങ് ചാമമ്പതാല് വരെ നടക്കണം. ഉടനെ ഈ വകുപ്പ് ഉടനെ സഹോദരി വരെ എന്നാ കഴിച്ച് ഞാൻ 12 തന്നെ നിന്നെ വിളിച്ച് വേണം 12 അവിടെ ഭക്ഷണം കഴിക്കാൻ. എല്ലാവരും അല്ലെങ്കിലും മിക്കതും ഇങ്ങനൊക്കെ തന്നെ. അതുകൊണ്ട് ബഹുമാന്യരായ സഹോദരിമാരോട് പറയാം, നിന്നെ കൊണ്ടുചെല്ലുന്ന വീടാണ് നിന്റെ വീട്. ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു തോത്രമൊക്കെ പറയണം. അല്ലെ 1-2 കേൾക്കുന്നുണ്ട്, നല്ല കാര്യം. ഞാനൊരു കാര്യം പറയാം, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. നിങ്ങളെ വിവാഹം ചെയ്ത് കൊണ്ടുചെല്ലുന്നത് ചിലപ്പോ ഒരു മാടപ്പരയായിരിക്കും, ഒരു ചെറ്റപ്പരയായിരിക്കും, ചാണകം കളിച്ച് പനപ്പുമൊക്കെ വെച്ച് മറക്കതായിരിക്കാം. പക്ഷെ പതറരുത്, നിരാശപ്പെട്ടു പോകരുത്. ആ വീട്ടിൽ ചിലപ്പോ ഓർഡർ തെറ്റിക്കിടക്കുകയായിരിക്കും, പല പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷെ ഒരു കാര്യം അങ്ങനെയുള്ളവരോട് പറയാ, നിന്നെ അങ്ങോട്ട് വിടുന്നത് അവിടെ കിടന്ന് പ്രാകാനും അലയ്ക്കാനും അവരുടെ കുറ്റമെല്ലാമെന്ന് നിന്റെ അമ്മയോട് പറയാനും നിന്റെ വീട്ടിൽ വന്ന് വിളമ്പാനും സമയമെന്ന് ഭാഷണകാരിയോട് പറയാനല്ല. പിന്നെ എന്തിനാ നിന്നെ അങ്ങോട്ട് വിട്ടത്? ഒറ്റ വാക്ക് പറയാ, നീ നിമിത്തം ആ വീട് രക്ഷപ്പെടാക്കണം, നീ നിമിത്തം ആ വീടിന് നന്മയുണ്ടാകണം. അങ്ങനെയോ പുസ്തകത്തിലെ വാക്ക് ഞാൻ വിവാഹ ശുശ്രൂഷയൊക്കെ സംബന്ധിക്കുമ്പോൾ അവസരം കിട്ടുമ്പോൾ പറയും, ബോവസിന്റെ കല്യാണം പട്ടണമാർക്കൽ വെച്ച് നടന്നു. അപ്പോൾ മൂപ്പന്മാര് പറയുന്നൊരു പദമുണ്ട്, 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്, അല്ലയോ ബോവസേ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ പോലെ ആകട്ടെ. വായിച്ച ദേവദാസനെ 11 അവർ ഇരുവരുമല്ലോ. അല്ല 11 വായത്. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ. ഞങ്ങൾ കല്യാണത്തിന് ഞങ്ങളുടെ സാക്ഷി അതിനായി സാക്ഷി വെക്കുന്നത് അല്ല, ചൂള പഠിച്ച് ഓട്ടോയിലൊന്നും കൊണ്ടുപോകരുത്. ഞാൻ സന്ധ്യാകുന്നു ചൂട് പഠിക്കും, അന്നേരം നീ പയ്യെ റബ്ബർ തോട്ടത്തിന് അതിലേ കൂടെ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന വിദ്വാന്മാരുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പോട്ടെ, സാക്ഷി വേണം, സാക്ഷി. അമ്മാമ്മ എഴുകണ്ടിട്ട് നോക്കുന്ന ആരെയോ എന്തോ കൊണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടു നോക്കുന്നത്. ഇത് വായിച്ചോ, അത് വേറെ വിഷയമായി. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെ, അയ്യോ ബോവസേ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ആക്കട്ടെ. അടുത്ത പദം, അവർ ഇരുവരുമല്ലോ. അവർ ഇരുവരുമല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഇന്ന് രാത്രി ബഹുമാന്യ സഹോദരിമാരോട് ഒരു കാര്യം പറയാ, ഒരു ബിൽഡിംഗ് പണിയുന്നത് അത് ഞങ്ങൾ ബിൽഡിംഗ് പണിത് തരാം. പക്ഷെ ഒരു ഭവനം പണിതെടുക്കുന്നത് ദൈവം കഴിഞ്ഞാൽ നിങ്ങൾ
നിങ്ങളാണ്. ഞങ്ങൾ ബിൽഡിംഗ് പണിയും കല്ലും കട്ടയും സിമന്റും ഇഷ്ടികയും വെച്ചിലും തത്തുല്യമായ സാധനങ്ങളൊക്കെ ചുമ്മിയും ചുമന്നും ഒക്കെ ചെയ്യും. അതിനൊക്കെ കരുത്തുണ്ട്. പക്ഷേ ഒരു ഭവനം പണിതെടുക്കുന്ന നിങ്ങളാണ്. അങ്ങനെ അവർ ഇരുവരും വേണ്ടിയോ ഇസ്രയേൽ പണിതത് അല്ല, ഭവനം പണിയുന്നത് നിങ്ങളാ, പൊളിക്കുന്നത് നിങ്ങളാ. വായില് സദൃശവാക്യം 14 വചനത്തിൽ പിന്നെ പൊങ്ങായി പിടിക്കുകയല്ലോ. പെട്ടെന്ന് വായിച്ചോ, പെണ്ണുങ്ങളെ പേടിക്കൊന്നും വേണ്ട. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. അടുത്തത് മോഷണമുള്ളവളോ അത് സ്വന്തം കൈയായി പൊളിക്കുന്നത് നിങ്ങൾ തന്നെ. ഞാനൊരു കാര്യം കൂടെ പറയാം. രണ്ടാമത് പറഞ്ഞ വാക്ക് നിങ്ങൾ വരരുത്. ഒന്നാമത്തെ വിശ്വസിക്കണം, വീട് പണിതെടുക്കണം. ചിലപ്പോ ഭർത്താവ് കുടിയനോ വെളിയനോ താന്തോന്നിയോ അനിഷ്ടക്കാരൻ അങ്ങനെ വരാതിരിക്കട്ടെ. അഥവാ വന്നാലും ആ വീട്ടിൽ പല അപാകതകളുണ്ടെങ്കിലും മാന്യ സഹോദരിമാരോട് പറയാം, നിന്നെ ആ വീട്ടിൽ കൊണ്ടുവരുന്നത് നീ മുഖാന്തരം ആ വീട് രക്ഷപ്പെടണം, ആ വീട് പണിതെടുക്കണം. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് കൂടിന്റെ കുടുംബിക്ക് പിടിച്ച് നിന്റെ വീട്ടിലോട്ട് ഓടുകയല്ല. പറഞ്ഞ അമ്മ അവിടെ നിന്ന് ചോദിക്കുക, അങ്ങനെ ഉണ്ടടി, ആ നല്ല വറവ് കോളം, നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോരാ. അമ്മയുടെ ആലോചന, അമ്മ എൻ്റെ ഓട്ടോ കാശില്ല, ഞാൻ കൊടുത്തോളാം, നീ പെട്ടെന്ന് പോകാം. അച്ചാച്ചനോട് പറഞ്ഞു, അവനോട് പറയുമെന്ന് വേണം, ഞാനല്ലേ എന്നോട് പറഞ്ഞു. അവൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് വേണം ഇങ്ങോട്ട്, അവൻ പിന്നെ കാണാൻ പോകാനായതുകൊണ്ട് വാങ്ങി എന്ന് പറഞ്ഞവൻ അത് അങ്ങനെയുള്ളവർ കൊണ്ട് അതുമല്ല വെണ്ണാന്നോ. അതിനെ ഞങ്ങളൊരു കൊച്ചമ്മലിട്ട പേരാ വെണ്ണാപ്പൂവ്. പൂവിന് വല്ല വിടയില്ല, വെണ്ണാപ്പൂവ്. കാരണം എന്താണോ അത് കൊത്തിരിക്കുന്നത്. ഒരു നല്ല അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല. ആ മകളുടെ ഭാവിയും ജീവിതവും നന്നാകാൻ ആ അമ്മ പറഞ്ഞു കൊടുക്കും. മോളെ ആരോടും പറയണ്ട, പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കാം, ഇരു ചെവി അറിയരുത്. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം തരും. അത് ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് അങ്ങനല്ലോ, അങ്ങനെ അവൻ നിന്റെ വല്ലതും ചെയ്തോ? ഉടനെ അവൻ എന്നെ തെറി വേറെ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ നിന്റെ താടിക്ക് ഒരു തേമ്പ നിന്നെ തേപ്പിയെന്നോ കാണിച്ച എവിടെ ചെള്ളക്ക് തിന്നത്തല്ലോടി. ഉടനെ അമ്മയുടെ ഡയലോഗി, നിന്റെ അപ്പനെന്നെ കേട്ടിട്ട് 29 കൊല്ലം കഴിഞ്ഞ് ഞാൻ അയാളെ തേടിയതല്ലാതെ ഇന്ന് വരെ അയാൾ എന്നെ ഇവനെ നമുക്ക് വിടരുത്. നമുക്ക് ഇവന് ഒരു പാഠം, ഒരു നല്ല അമ്മ അങ്ങനല്ല പറഞ്ഞു കൊടുക്കണേ. അല്ല, അവരെ തേമ്പരുത്, അത് വേറൊരു വിഷയം. തേമ്പരുത്. അഥവാ ഒരു പ്രശ്നം വന്നാൽ അമ്മ പറഞ്ഞു കൊടുക്കണം, അവൻ കൂറനോ തന്റെ ഇഷ്ടക്കാരനോ ഞാനൊക്കെ നീ പതറരുത്, ഞാനിവിടെ മുഴങ്കാലം മുടക്കാൻ പോകയാ. നീയും വീട്ടിലോടെയൊക്കെ ഒതുക്കിയ ഞാനുമില്ലാത്തപ്പോ മുട്ടയിലിരിക്ക്, ഞാനും ഇവിടെ മുട്ടയിലിരിക്കാം. അവൻ നാം സേവിക്കുന്നത് ഇവ ജീവനുള്ള ദൈവമാണ്. അങ്ങനെ ഒരു പിടിവാശിക്കാരനോ കൊള്ളുകയല്ലാത്തവനാണെങ്കിൽ അവന്റെ ഉള്ളത്തോട് ദൈവം ഇടപെടും. ദൈവം അവനെ സന്ദർശിക്കും. അവനൊരു മാനസാന്തര ദൈവം കൊടുക്കും. അവനൊരു അനുതാപകൃതം കൊടുക്കും. നിന്റെ ജീവിതത്തിന് ഓട്ടം വരികയല്ല, ദൈവത്താൽ നിനക്കൊരു നല്ല ജീവിതം ഉണ്ട്. ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് ഞാനിപ്പം അങ്ങനെയുള്ള വിഷയമല്ലല്ലോ പറഞ്ഞു വന്നത്, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ഈ ഹാഗാറിനെ അലഞ്ഞു മുടന്ന് നടക്കേണ്ടവളല്ല. അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവളാകാതെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം വിശ്വസിച്ചു. കാരണം 15-ാം അധ്യായത്തിൽ ഏകപക്ഷീയമായി ഒരു ഉടമ്പടി നടക്കുക. ഉൽപ്പത്തി 15 ഞാൻ വിവരിക്കുന്നില്ല. 11 അബ്രഹാമിനെ വിളിച്ചിറക്കി, 12 യാത്ര ആരംഭിച്ചു, 13 മിസ്രയീമിലെത്തി, 13 ഒടുവില് നിങ്ങൾ വായിക്കുന്നുണ്ട് ഹെബ്രോനിൽ വന്നു. 14-ാം അധ്യായത്തിൽ യുദ്ധത്തിൽ ജയമുണ്ടായി. 15-ാം അധ്യായത്തിൽ ഏകപക്ഷീയമായ ഉടമ്പടി ഉൽപ്പത്തി. അത് കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. കൈക്ക് പിടിച്ച് മുറ്റത്തോട്ടിറക്കി ഞായറാഴ്ച മേലോട്ട് നോക്കാൻ പറഞ്ഞു. എന്തോ കാണുന്നു? നക്ഷത്രം. ഇതുപോലെ തരുമെന്ന്, ഇതുപോലെ സന്തതിയെ തരും.
ഈ ദൈവത്തിന്റെ ശബ്ദവും വാക്കത്തും ഒക്കെ അബ്രഹാം ബലപ്പെട്ടു. അബ്രഹാം ബലപ്പെട്ട് അകത്ത് പറയുമ്പം സാറാമ്മ ചോദിച്ചു, എന്റെ മാമനെയും കൂടെ ചേർത്താൽ എന്തോ അവരെ ഇളക്കാം. എന്നെ ചാടി മുറ്റത്തിറങ്ങുന്നു, മേലോട്ട് നോക്കുന്നു, അകത്തോട്ട് കയറുന്നു, പിന്നെ പിന്നെ അപ്പൊ അവറാച്ചൻ പറഞ്ഞു, സാറാമ്മേ ദൈവം എന്നോട് സംസാരിച്ചു. എന്തോ സംസാരിച്ചു? തലമുറയെ തരുന്നു എന്നോ ദൈവം മനുഷ്യനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ശാശ്വതം എന്ന് പറഞ്ഞത്. ഇതിന് ഈ ദൈവം എന്നോട് നേരിട്ട് പിന്നെ നിങ്ങൾക്ക് പ്രായമുണ്ടോ? എനിക്ക് പ്രായമുണ്ടോ? ഞാൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അറിയാതിരിക്കുക, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ കാണുമ്പോൾ അറിയാം. തൊഴിൽ നോക്കുമ്പോൾ അറിയാം പ്രായമുണ്ടെന്ന്. പിന്നെ ഇത് കുടി നോക്കിയാൽ അറിയത്തില്ല. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നല്ല പ്രായമുണ്ട്. നമ്മൾ വിധിക്കുന്ന പിള്ളേർ കളിച്ച് ഇല്ല, എന്നോട് ദൈവം ഇടപെട്ടു. ഉടനെ സാറാ ഒരു ക്ലാസ്, എന്നോട് ഇതുവരെ ഇടപെട്ടിട്ടില്ല. അപ്പുറം പറഞ്ഞ് എന്നോട് ഇടപെട്ടു. അവർ കാര്യം ചെയ്തു. എന്റെ ദാസി ഖാദറുണ്ട്, അവളുടെ അടുക്കൽ ചെല്ലില്ല. അങ്ങനെ സാറ ഒരു ക്ലാസ് എടുത്തു, ഒരു ചെറിയ ക്ലാസ്, ബൈബിൾ ക്ലാസ്. എന്റെ ഭാഷ പറഞ്ഞ 24 മണിക്കൂർ ദൈവ ക്ലാസ് എടുത്തു. അവിടുത്തെ ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. പക്ഷെ പെരകാത്തോട് ചെന്നപ്പോ സിസ്റ്റർ സാറായുടെ 1/2 മണിക്കൂർ ക്ലാസ് അവിടാച്ച നേരെ തിരിഞ്ഞു. ഒരുമാതിരിപ്പെട്ട അമറാച്ചനെല്ലാം 1/2 മണിക്കൂറത്തെ ക്ലാസ്സിൽ തിരിയുമാണ്. അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അബ്രഹാം സാറയുടെ വാക്കനുസരിച്ചു. ആ വാക്യം കണ്ടിട്ടുണ്ടോ ദൈവദാസനെ? അങ്ങനെയുണ്ട്. 15-ാം അധ്യായത്തിലെ 16-ാം അധ്യായത്തിലും ഒക്കെ ഉണ്ട്. അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. അങ്ങനെയാണ് ചെയ്യുന്നത്. സാറയുടെ വാക്ക് അനുസരിച്ചു. 16-ാം അധ്യായത്തില് സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചില്ല. ദൈവം കൈക്ക് പിടിച്ച് മിറ്റത്തിറക്കി മേപ്പോട്ട് നോക്കി ദൂത് പറഞ്ഞതാ, ഞാൻ നിനക്ക് സന്തതികൾ തരും. കാരണം അബ്രഹാം ചോദിച്ചു, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായിട്ടിരിക്കുന്നു. ഈ ധർമ്മേശേഖരനാകുന്ന എലിയാസറത്തെ ഇതിന്റെ എല്ലാ അവകാശം. അപ്പൊ ദൈവം പറഞ്ഞ അവകാശ അങ്ങനല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് ഒരുവൻ പുറപ്പെടും, അവനായിരിക്കും ഇതിന്റെ അവകാശി. ദൈവം ക്ലിയറായിട്ട് പറഞ്ഞു. പക്ഷെ അബ്രഹാം അംഗീകരിച്ചില്ല. സാറയുടെ വാക്കനുസരിച്ചു. തങ്കപരമായി ഇശ്മയേലിനെ കിട്ടിയത്. ഇശ്മയേല് അവനെ പറ്റി ഒന്നും പറഞ്ഞില്ല. സഹോദരന്മാർക്ക് എതിരാണ്. എതിരാ. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തം സാറയിൽ കൂടി നിവർത്തിച്ചു. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം വിടുക. അബ്രഹാമിന് ഒരു തലമുറയെ കൊടുത്തു, ഇസഹാക്ക്. നാം ഇങ്ങനെ വായിക്കുന്നു, ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ആ വിരുന്നിൽ വീട്ടിൽപ്പെട്ടവര് ചാർച്ചക്കാര് സന്തോഷിച്ചു. സന്തോഷ സുദിനത്തിൽ പെട്ടെന്ന് സാറ അബ്രഹാമിനെ വിളിച്ചു പറയുക, ഈ ഹാഗറിനെയും പൈതലിനെയും വീടിന് വെളിവിടണം. അബ്രഹാം ധർമ്മസങ്കടത്തിലായി. പെട്ടെന്ന് ദൈവത്തിന്റെ അരുളപ്പാടിന്റെ വെളിച്ചത്തിൽ അബ്രഹാം ഇങ്ങനെ വായിക്കുന്ന, അധികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗാന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ പറഞ്ഞു വെച്ചു വായിച്ചിട്ട് അവൾ പുറപ്പെട്ടു പോയി മരുഭൂമിയിൽ ഉടന്ന് നടക്കുകയാ. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ അവൻ ഉടന്ന് നടക്കുന്ന ഒരു സഹോദരി. നേരത്തെ സ്നേഹിച്ചവരില്ല, കരുതിയവരില്ല, മാനിച്ചവരില്ല, ബഹുമാനിച്ചവരില്ല. എല്ലാവരും വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട് ഇവളും പൈതലും മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയാ. ഒരു കാര്യം ഇടയ്ക്ക് കയറി പറയാ, എല്ലാരും ചിലപ്പോ സ്നേഹിക്കാൻ കണ്ടെന്ന് വരികയില്ല. ഇപ്പൊ സ്നേഹിക്കുന്നവരും കരുതുന്നവരൊക്കെ നിന്നെ ഒരു പക്ഷേ തള്ളിക്കളഞ്ഞു വന്ന ഉപേക്ഷിച്ചിട്ട് വരാ, നിരാശപ്പെട്ടു പോകുന്നുണ്ട്. ഈ മനുഷ്യന്റെ സ്നേഹത്തിനെല്ലാം പരിധിയുണ്ട്. ഈ ദൈവസ്നേഹം അത് വലിയ ആഴമാണ്. ഒരു ദൈവദാസൻ പറഞ്ഞത്, ഞാൻ കടമെടുക്കുക, എന്റെ നല്ല കടമെടുക്കുക. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഇപ്പോൾ ദൈവസ്നേഹം ഇല്ലെന്ന് പറഞ്ഞാൽ മനുഷ്യരിലില്ലെന്ന്. ദൈവം ഇപ്പോഴും സ്നേഹിക്കുന്നു. നമ്മളെല്ലാം സ്നേഹത്തെ പറ്റി പാട്ട് പാടും, പ്രബന്ധം അവതരിപ്പിക്കും, സ്നേഹത്തിന്റെ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്.
സ്നേഹത്തിന്റെ ഗ്രീക്ക് ഹീബ്രു മൂലഭാഷ ഇല്ലേ? അഗാപ്പെ ആയിക്കോട്ടെ. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു അഗാപ്പെ അല്ല ആകെ പേയാന്ന് പറഞ്ഞു. ആകെ പേരാ. ശരിയായ ദൈവസ്നേഹം പലർക്കും ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ കടമെടുക്കുക. അദ്ദേഹം പറഞ്ഞു ദൈവസ്നേഹം ഇപ്പൊ ഇല്ല, പക്ഷെ സ്നേഹം പോലെ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്, വാഴൂക്കാരുടെ കയ്യിലുമാണ്. അതുമായിട്ടാണ് നീ കുത്തിയിരിക്കുന്നത്. അല്ല അവിടെ മാത്രമല്ല, ഇവിടെ അല്ല. ഒന്നാം പറഞ്ഞ ഞാനാ. ദൈവസ്നേഹമില്ല, പക്ഷേ സ്നേഹം പോലെ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തോ സാധനമാണ്, അതിനൊരു പേര് പുള്ളി ഇട്ടിരിക്കുന്നതിന്റെ പേരാണ് ഇഷ്ടം. സ്നേഹമല്ല, ഇഷ്ടം. ഇഷ്ടം വേറെ, സ്നേഹം വേറെ. നമ്മുടെ എല്ലാ കയ്യിലും ഇഷ്ടമാണ്, ദൈവസ്നേഹമില്ല. അതിനാ അത് പറയാം. ഇഷ്ടമാണ് നമ്മുടെ കയ്യിൽ. കാരണം പറയാതെ കേട്ടിട്ടില്ലേ? അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കും ഇഷ്ടമല്ല. എന്നെ കിട്ടുമെന്ന് പറയാം, എനിക്കും വലിയ കിട്ടുമെന്ന്. പിന്നെ കാണുമ്പോൾ ഞാൻ അത് ചെറുക്ക് അസ്ഥയില്ലാത്തതുകൊണ്ട് ഇതിന് അസ്ഥ വീട്ടിഞ്ഞോട്ട് വിടുകയായിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ശരിയായ ദൈവസ്നേഹമില്ല, ഇഷ്ടമാണ്. അല്ല, എന്തുവാ ഇഷ്ടത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? കൂടെ പറഞ്ഞ ഭാഗം വിടാം. ഒരു ചെറിയ ഉദാഹരണം ഇപ്പോഴെ ഒരു നല്ല റോസാപ്പൂ നമ്മുടെ വീട്ടിലുണ്ടായി. ആ റോസാപ്പൂ നമുക്ക് ആ പൂവിനോട് നല്ല സ്നേഹം. വേറൊരു പൂവുണ്ടായി അപ്പുറത്തെ വീട്ടിൽ, അതിനോട് ഇഷ്ടം. മനസ്സിലായില്ല? അപ്പുറത്തെ വീട്ടിലെ പൂവിനോട് ഇഷ്ടവും നമ്മുടെ വീട്ടിലെ പൂവിനോട് സ്നേഹവും. അപ്പൊ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ന്യായമായൊരു ഉദാഹരണം പറയാം. അത് ഇഷ്ടപ്പെട്ട പൂ അപ്പുറത്തുകാരെ കാണാതെ നമ്മൾ പറിച്ചെടുത്ത് നമ്മുടെ പൂവിനോട് സ്നേഹമായതുകൊണ്ട് എന്നും പോയി നോക്കും, വെള്ളം ഒഴിക്കും. നമ്മുടെ പൂവിനോട് നമുക്ക് സ്നേഹം, അതുകൊണ്ട് എന്നും പോയി നോക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കും, വെള്ളം ഒഴിക്കും, വല്ല പുല്ലോ കാറോ ഉണ്ടെ മാറ്റും, അതൊന്നും പോയി നോക്കും, ശ്രദ്ധിക്കും. അതിൽ ഒരുത്താൻ തൊടാൻ പോലും നമ്മൾ അത് സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പോഴത്തെ പൂവിനോട് സ്നേഹമില്ല, ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവരാരും ഇല്ലാഞ്ഞപ്പോൾ എന്നൊക്കെ മനസ്സിലാക്കി കാണും. സ്നേഹം ഈർത്തെടുക്കുകയല്ല, സ്നേഹം അതിനെ നശിപ്പിക്കത്തില്ല, സ്നേഹം അതിന് സംരക്ഷണം കൊടുക്കും. അത് നമ്മുടെ വിഷയത്തിൽ വരാം. എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടമാണ്, ദൈവസ്നേഹമില്ല. എന്താ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത? അതുകൂടെ പറയാം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അല്ല, എനിക്ക് കൈ തന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി കൊടുക്കും. അല്ല, അവന് നമ്മളോട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. ഇത് അവനെ കണ്ടാലും ഇങ്ങനെ മാലക്കണ്ണിൽ അടച്ചിരിക്കുക, അവനിങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് സൂത്രബുദ്ധിയാവുന്നു. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും. തെളിവ് നമ്മുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അല്ല മനപാഠമാണല്ലോ. അവൻ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടും. തെളിവ്, അവൻ ഒരു കാലത്ത് എനിക്കും നിങ്ങൾക്കും യേശുവിനെയോ ഈ മാർഗത്തെയോ ഈ സുവിശേഷത്തെയോ ഇഷ്ടമല്ല. ലേഖനം വന്നപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ, കൂട്ടായ്മയ്ക്ക് വിളിച്ചപ്പോൾ, പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ, വിളിച്ചവനെ ആക്ഷേപിച്ച് ലേഖനം തട്ടിക്കളഞ്ഞ്, അല്ലെ ബൈബിളിനെ തട്ടിക്കളഞ്ഞ്, പറഞ്ഞവനെ പഴി പറഞ്ഞ് അവൻ തട്ടിയച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇങ്ങനെ ഓടിപ്പോയവരാ. ഒരു കാലത്ത് ഈ മാർഗം ഇഷ്ടമല്ല, ഇത് പറഞ്ഞവനെ ആക്ഷേപിച്ച് അപമാനം പറഞ്ഞ്
ഈ മാർഗത്തെ ഇഷ്ടമില്ലാതെ തിരസ്കരിച്ച്, എന്റെ ഭാഷ കാല് മടക്കി അടിച്ചേച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഓടി. എന്നാൽ ഓടിപ്പോയവൻ അതിലേ പൊക്കോട്ട്, അല്ല പഴയ അമ്മമാരുടെ ഭാഷ പറഞ്ഞ ഒരു പോക്ക് പൊക്കോട്ടെന്ന് സ്വർഗം തീരുമാനിച്ചില്ല. നീ പോയതിന്റെ പിന്നാലെ നിന്നെ തേടി വന്നു. അതാ ദൈവസ്നേഹം. ഒന്നുകൂടെ പറയാം, പോയവൻ അതിലേ പോയി ഒരു പോക്ക് പോകട്ടെന്ന് സ്വർഗം തീരുമാനിച്ചില്ല. നീ പോയതിന്റെ പിന്നാലെ നിന്നെ തേടി വന്നതാ ദൈവസ്നേഹം. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓടിയപ്പോൾ അങ്ങ് പോകട്ടെന്ന് ചിന്തിച്ചില്ല. നമ്മുടെ പിന്നാലെ പാടാൻ വയ്യ, എന്നാലും നിങ്ങൾ അറിയാണ്ട് എന്ന് പാടി സലാഹിക്കണം. പഴയ പാട്ടാ, CSIക്കാരുടെ പാട്ടാ. CSIയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരോ CSIക്കാരും ഇതിനകത്തുണ്ട് എന്ന് കരിപൊക്കിക്കുക. അരിവില്ല. ആ ഒന്ന്, പിന്നെ അങ്ങോട്ട് പോക്ക് തള്ളായി തോന്നുന്നത് കൈ നമ്മൾ കാണട്ടെ. 2, പിന്നെ 3, 4 പുറകിലൊന്നും അരിവില്ലേ? മതിയല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, പാടണം കേട്ടോ, തുടർന്ന് പാടണം. ഓടിയോ രാണീനെ നേടുവാൻ തേടി നീ വന്നതിനാൽ കാട്ടൂടെയോടിയോ രാണീനെ നേടുവാൻ തേടി നീ ശബ്ദത്താദ്യം അടുത്ത പാട്ട് പാടുമ്പോൾ വായിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, നമുക്ക് താല്പര്യമില്ലായിരുന്നു. ഇത് തട്ടിക്കളഞ്ഞ ചേരാ സുവിശേഷം. തട്ടിയേച്ച് നമ്മുടെ ഇഷ്ടത്തിൽ ഓടിയാണ്. ഓടിപ്പോയവനേ പൊക്കോട്ടെന്ന് സ്വർഗം ചിന്തിച്ചില്ല. നീ പോയതിന്റെ പിന്നാലെ, അല്ല ഞാൻ ഓടിയതിന്റെ പിന്നാലെ തേടി വന്നതാ ദൈവസ്നേഹം. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, നാം ഇഷ്ടപ്പെടാതെ പോയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് പിന്നാലെ വന്നു. അതാ കാൽവരിയിലെ സ്നേഹം. മാത്രമാണോ സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഒരു വിശേഷത? ഈ സ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ വല്ലതും കൊടുക്കാമോ? കൊടുക്കാം. നമുക്ക് സ്നേഹം കേറിയപ്പോഴെല്ലാം എടുക്കാനാകും. അതല്ലേ പറഞ്ഞ സ്വോത്രകാഴ്ച ഇപ്പം എടുക്കുക. പണ്ടൊരുത്തിൽ എടുത്തോണ്ടങ്ങ് പോയി എടുക്കാനല്ലേ പറഞ്ഞു. നമുക്ക് സ്നേഹം അകത്ത് കയറുമ്പം കൊടുക്കാനല്ല തോന്നുന്ന, പിന്നെ എടുക്കാൻ. എന്നാൽ ദൈവത്തിന് മാനവരാശിയോട് സ്നേഹം തോന്നി. തന്റെ ശ്രദ്ധിക്കുന്ന മനുഷ്യനല്ലേ? ആ മനുഷ്യനെ ദൈവം സ്നേഹിച്ചപ്പോൾ സർവജ്ഞനായ ദൈവത്തിന് തന്റെ ഹൃദയത്തിൽ അത് തോന്നി, ഞാൻ സ്നേഹിക്കുന്ന ഈ മനുഷ്യവർഗത്തിന് കൊടുക്കണം. ദൈവസ്നേഹം അകത്ത് കയറിയാൽ അങ്ങനെയൊക്കെ ആകട്ടോ, കൊടുക്കാൻ പോകും. അടുത്തടുത്ത് വീടുകളാ. ഇവിടെ എന്തെങ്കിലും ഭക്ഷണം പാകപ്പെടുത്തുമ്പോ നല്ല മീൻ കൂട്ടാൻ വെച്ചാലോ, അല്ലാതെ ബീഫ് ഒലത്തിയാലോ ചിക്കൻ അങ്ങനെയൊക്കെ അല്ലേ കൂടുതൽ.
ഓരോരുത്തരും ചിലപ്പോൾ തൊട്ട് ചേർന്ന വീട്ടിലൊരു പ്രായമുള്ള അപ്പനോ അമ്മയോ അല്ലെ ഇപ്പോഴത്തെ വീട്ടിൽ രണ്ട് പിള്ളേർ പൊടിപ്പിള്ളേർ കാണും. മണമൊക്കെ അടിക്കുമ്പോൾ അവർക്കും ചിലപ്പോൾ ഇതിന് ആഗ്രഹം മനുഷ്യനല്ലേ. അപ്പോൾ ഒത്തിരി ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ആ പീരീസിനകത്ത് അല്പമെങ്കിലും അങ്ങോട്ട് കൊണ്ട് ഉള്ള അവരുമായിട്ട് മിണ്ടിയിട്ട് 7 കൊല്ലമായി ഞാൻ പീരീസ്. അടുത്ത കാലത്ത് ഒരുത്തം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കടുക് താളിക്കുകയായിരുന്നു. അതിന് അപ്പുറത്തിലായ അറിയുമെന്ന് മണം വന്നാൽ കൊടുക്കണേ. ചിലപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ള അമ്മയും അമ്മയൊക്കെ ആയിരിക്കും, മനുഷ്യനല്ലേ, കൊച്ചു പിള്ളേരുമൊക്കെ കാണും. ചേർന്ന വീടെങ്കിലേ എന്തെങ്കിലും എടുക്കുന്ന ലോണിൽ അങ്ങോട്ട് കൊടുത്തേക്കണം, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട്. ചിലർക്ക് മേടിക്കാൻ നല്ല വീടാണ്. അതാ ഇവിടുത്തെ എല്ലാം തൂപ്പായുടെ ഊരാണ്. എല്ലാവരുടെയും മേടിക്കാൻ നല്ല വീടുള്ള എത്ര എണ്ണം ഉണ്ടെന്നറിയാം. സോപ്പിട്ട് നല്ല നല്ല ലൈഫോയിട്ട് മതപ്പിച്ച് മേടിക്കാൻ മാത്രം പഠിച്ചാൽ പോലെ കുറെ കൊടുക്കാനും കൂടെ. അങ്ങനെയല്ലേ യേശു പറഞ്ഞ, പൗലോസ് പറഞ്ഞത്, വാങ്ങുന്നതിനേക്കാൾ ചില കാര്യം. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാല് മണ്ണും പഴവും എന്നും ഇതാ കൊടുക്കൂലെന്ന് പറയാൻ ബേക്കറിയെല്ലാം പറ്റിയ. എന്നാൽ ചിലടത്ത് എന്നാലോ ഇവനങ്ങ് വിളമ്പാനും വലിയ മുഴുക്കാം. വേണം നിന്റെ വീട്ടിലൊന്ന് വിളമ്പി കാണിക്കും. പണ്ട് ഞങ്ങളൊരു യോഗം നടത്തിയപ്പോൾ ഒരു വീട് നടത്തുക. അപ്പോൾ വീടൊന്നും പറയുന്നില്ല, ഒരച്ചായനെ 3 അച്ചായന്മാരെ ഇരിക്കുക. ഞാനും വിളമ്പി കൊടുക്കില്ല. അപ്പം പ്രായമുള്ളവരല്ലേ, അപ്പം പിണങ്ങരുത്, തെറ്റിദ്ധരിക്കരുത്, നടന്ന കാര്യമാണ്. അപ്പം അവിയലുണ്ട്, തോരനുണ്ട്, അച്ചാറുപ്പാകളുണ്ട്, എരിശേരിയുണ്ട്, സാമ്പാറുണ്ട്, നല്ല വിഭവസമൃദ്ധമായ നാടൻ ഭക്ഷണം. നല്ല മീനും കൂട്ടാൻ വെച്ചിട്ടുണ്ട്, നല്ല ഒലത്തിറച്ചി. അപ്പോൾ നല്ല കാലത്തിരിക്കും, നല്ല സഹോദരിമാരൊക്കെ നന്നായിട്ട് ഉണ്ടാകും. അപ്പം ഞാൻ അവിടെ വന്നേ. അപ്പോൾ ഒരച്ചായന് ഒലത്തിറച്ചി മാത്രം മതി, അവിയലും വേണ്ട, തോരൻ ഒന്നും വേണ്ട. അപ്പം 4 പ്രാവശ്യം ഞാൻ വേണം. ഞാൻ നന്നായിട്ട് വെള്ളം കൊടുക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ കൊടുക്കും, സഭയിൽ കൂടാൻ സാധാരണ വന്നിരിക്കുന്നവരെ ഞാൻ അറിയിക്കുന്നു, അവിടെ വന്നിട്ടുള്ളവർക്കറിയാം. മീനൊക്കെ മേടിക്കാൻ പോയാൽ ഞാനിപ്പോഴും എല്ലാ ഞായറാഴ്ചയും ഭക്ഷണമുണ്ട്, നാളെയുണ്ട്. ഇന്ന് രാത്രി ഞാനിപ്പം ലൈവ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം പറയാനുള്ളത്. ഞാൻ മീൻകറി വെച്ചേക്കായിരുന്നു 100 പേർ. അതും കൂടെ അയച്ചത് താമസം. നാളെ ഭക്ഷണം കൊടുക്കാൻ ഒരു ഗസ്റ്റും മീൻകറി വെച്ചേക്കാം. സംശയമുണ്ടെങ്കിൽ കൂടെ ഭക്ഷണത്തിൻ്റെ വലിപ്പം നോക്കും. അല്ലേ ഞാനിവിടെ നിൽക്കുക, ഒരാളെ അങ്ങോട്ട് വിടും. ഞാൻ ആ മീൻ മുറിക്കുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞത് 40 ഗ്രാം കാണണം, അത് കുറഞ്ഞത് 50 കണക്ക്. അതുകൊണ്ട് 1 കിലോ മീൻ മേടിച്ചാൽ 20 കഷ്ണം വരും. 4-5 20 കേക്ക്. ഇപ്പൊ നിങ്ങൾ പറയാം, തനിക്ക് ഇഷ്ടം പോലെ കാശ് കാണും. കാശുള്ള വേറെ എത്ര എണ്ണങ്ങളുണ്ട്? എത്ര എണ്ണം ഇതിനകത്ത് എത്ര എണ്ണം ഇരിക്കുന്നത്? പന്നി ഇല്ല. അല്ല, ഇടയ്ക്ക് ഇവർ പറയുന്നത് അത് ഇതും പറയണ്ട. കൊടുക്കും. മേടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കൊടുക്കാൻ ചിലർക്ക് മേടിക്കാൻ മാത്രം നല്ല വീരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്ക് 4 പ്രാവശ്യം കൊടുക്കും. അപ്പം വേറൊരു അച്ചായന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുന്ന ഞാൻ പുള്ളി ഇത് മാത്രം, അവരെല്ലാം അവിയലും സാമ്പാറ് എരിശ്ശേരിയൊക്കെ കൂട്ടിയാ മേടിക്കുന്നതിന്, പുള്ളി ഇത് മാത്രം. അപ്പൊ എനിക്കറിയാം പുള്ളി നല്ല യുക്തിക്ക് മറുപടി തരുന്ന ആളാണ്. അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ അച്ചായൻ മറ്റേ പുള്ളി പറയാം. അപ്പൊ എനിക്കിതൊക്കെ അറിയാം ഈ ടോണ്. അപ്പം പുള്ളി പറയാം, വേറെ ആർക്കും പിടി കിട്ടുന്നില്ല. പുള്ളി പറഞ്ഞു, ഇതുപോലൊരു പ്രാർത്ഥന അവിടെ കൂടെ വെക്ക്. അത്ര പറഞ്ഞോളൂ, അനാവശ്യം ഒന്നും പുള്ളി ഒന്ന് നമുക്കറിയാം. പുള്ളി പറയാം, വെക്കണം വെച്ചാ ഒരു ദിവസം ഒരു പ്രാർത്ഥന. പുള്ളി പറഞ്ഞത് വേറെ ഉദ്ദേശിക്കാം. എന്ന് പറഞ്ഞാൽ വല്ലവന്റെ വീട്ടിൽ വന്നിങ്ങനെ കൂടെ അത് മാത്രം മേടിച്ച് എല്ലാം എങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. ഒരു കല്യാണം വിളിച്ച ഉടനെ വാടങ്ങ് പോവുക, വെളുപ്പിനെ അങ്ങ് പോകും. എന്നുവെച്ചാൽ പറത്ത് വെച്ചത് മുഴുവൻ ജ്യൂസ് എത്ര സൈക്കിൾ മുഴുവൻ അന്ന് വെള്ളം കുടിക്കും പോലെ നിന്നങ്ങ് ഇത് മുഴുവൻ പെരുക്കി വെച്ച അകത്തോട്ട് കയറുന്നത് എല്ലാവരുടെയും കാര്യമല്ല.
അങ്ങ് അഭിഷേകം വിട്ടേക്കാം, അഭിഷേകം വിട്ടു പോകും. അതുകൊണ്ട് വേണ്ട, വെറുതെ ഇതിന് ആരോഗ്യം ഉണ്ടാക്കുന്നത്. മേടിക്കാൻ പഠിച്ചാൽ പോരാ, കൊടുക്കാനും പഠിക്കണം. എനിക്കൊരു വിദ്വാനെ അറിയാം, ഒരു പേര് പറയുന്നില്ല, ഇപ്പോഴും ഉണ്ട്. കൺവെൻഷന്റെ നോട്ടീസുമായിട്ട് ഒരു നോട്ടീസുമായിട്ട് ഇറങ്ങി, ചെറിയ പിരിവാ, നോട്ടീസ് കാണിച്ചിട്ട് ഇന്ന ഇന്ന ആൾക്കാരുണ്ട് കൊടുത്തു. ആ പുള്ളി അങ്ങോട്ട് പോയി കാശ് കൊടുത്തു. കാശ് കൊടുത്തേച്ചൊന്നെ ഇറങ്ങാൻ നേരത്ത് ആ നോട്ടീസ് കൊടുത്തോണ്ട് വീട് പറഞ്ഞു. അടുത്ത സ്ഥലത്ത് നോട്ടീസ് പുള്ളിയുടെതാവില്ല, പുള്ളിക്ക് എങ്ങനെയോ കിട്ടിയ ഒരു നോട്ടീസാണ്. അത് വായിച്ച പുള്ളി നടന്ന കാര്യമാണ്, ആളിക്കുളമുണ്ട്. അപ്പൊ എന്നോട് വിളിച്ചു ചോദിച്ചു, ഇന്നേ ആള് അന്വേഷണം നടത്തുക പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചില്ല. എനിക്ക് അയ്യോ ഇവിടെ നോട്ടീസുമായിട്ട് വന്നു. എന്നാ ഒരു അരുതാനിയ പോലെ അങ്ങനത്തെ വിദ്വാന്മാർ ഒത്തിരിയുണ്ട്. വാങ്ങാൻ പഠിച്ചാൽ പോലെ കൊടുക്കാനും കൂടെ പഠിക്കണം. ദൈവസ്നേഹത്തിന്റെ വിശേഷത. ആരാ മോനെ വർത്താനം? ആരാ ഇവിടെ വന്നവരാണോ അതോ വേറെ ഉറപ്പാക്കിയാണോ? ഇവിടെ നമ്മുടെ ആൾക്കാരാണോ അതോ വരാനോ? അപ്പൊ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത ഒന്ന്, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടും. അത് ആ കാലങ്ങളിൽ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്നിട്ട് നമ്മെ ഇഷ്ടപ്പെട്ടു വന്നു, തേടി വന്നു. രണ്ട്, ദൈവസ്നേഹത്തിന്റെ ഒരു വിശേഷത, ഈ ദൈവസ്നേഹം അകത്ത് കയറിയാൽ കൊടുക്കാൻ തോന്നും. കൊടുക്കാൻ തോന്നും. മൂന്ന്, വിവരിക്കുന്നില്ല. ആ കൊടുക്കുന്നത് എന്തെങ്കിലും ഒന്ന് കൊടുക്കാന്നല്ല, ഏറ്റവും നല്ലതിനെ കൊടുക്കും. ആ വാക്യം ആ 3:16 കിടക്കുന്നത്. അവൻ സ്തോത്രം. പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സ്നേഹം തോന്നി. സ്നേഹം തോന്നിയപ്പോൾ പിതാവിന്റെ തിരുഹൃദയത്തിൽ അവൻ ആശ വന്നു, ഞാൻ സ്നേഹിക്കുന്ന അവൻ മനുഷ്യവർഗത്തിന് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ചിന്തിച്ചു, എന്തെങ്കിലും ഒന്ന് കൊടുത്ത് തൃപ്തിപ്പെടുത്താനല്ല, ഏറ്റവും നല്ലതിന്. അതുകൊണ്ടാണ് തന്റെ ഏകജാതന്, തന്റെ സ്വന്തം പുത്രന് നമുക്ക് വേണ്ടി അയച്ചു തന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സ്നേഹം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. കാൽവറിയിലെ സ്നേഹമതാ. ആ സ്നേഹമായി ഇന്ന് രാത്രി നമ്മെ തേടി വന്നിരിക്കുന്നത്. ആ സ്നേഹത്തിന്റെ മുമ്പാകെ നീ ഒന്ന് അടിയറവ് പറഞ്ഞ്, ആ സ്നേഹത്തിൽ നീ ഒന്ന് സമർപ്പിച്ച്, ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. ഞാനിതു ഏതും ഒരഞ്ചം ഉരച്ചിടുവാൻ പാടിനാക്കെഴുതോ. ഏതും ഒരഞ്ചം ഉരച്ചിടുവാൻ പാടിനാക്കെഴുതോ. സ്നേഹമിതാൻ ചെയ്യണേ, ഓ അതിശയമേ, ഓ ദൈവ കുഞ്ഞാടെ സ്നേഹരസം എന്നകമേ പാട്ടിനോടാൻ. സമയം പോയതുകൊണ്ട് അധികം പാടുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പോ ഈ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. അപ്പൊ നേരത്തെ സ്നേഹിച്ചവരും കരുതിയവരും ബഹുമാനിച്ചവരില്ല. കാകരം പലവരും മരുഭൂമിയിൽ അലഞ്ഞു നടക്കുക. അല്പം കഴിഞ്ഞപ്പോൾ അപ്പഴകാൻ കൊടുത്തി അപ്പക്ഷരങ്ങളും വെള്ളവും തീർന്നു. അല്പം കഴിഞ്ഞപ്പോൾ കുട്ടി മരണപ്രാണം കാണിക്കാൻ തുടങ്ങി. നമ്മളവിടെ വായിക്കുന്നുണ്ട്, കുട്ടി മരിക്കുമെന്ന് കാകരന് ഉറപ്പായപ്പോൾ നിലവിളിക. കുട്ടിയുടെ മരണം കാരണം കഴിവില്ലാതെ കുട്ടിയെ ഒരു അമ്പിൽപാട് കുറുക്കാട്ടിൽ ദൂരെ മാറ്റിയിട്ട്
മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കുക. ഇങ്ങനെ ചിന്തിച്ചോ, മരുഭൂമിയിൽ കരയുന്ന ഒരു പെറ്റതല്ല, മരുഭൂമിയിൽ കരയുന്ന ഒരു സഹോദരി, അല്ലെങ്കിൽ മരുഭൂമിയിൽ കരയുന്ന ഒരു മാതാവ്. ഞാൻ എന്റെ ചിന്തയെ പറയുക, ഹാഗാറിനോട് ചോദിക്കുക, ഹാഗറേ, ഈ മരുഭൂമിയിൽ നീ കരയാനുള്ള വിഷയം എന്താ? ഒറ്റ വാക്ക് പറഞ്ഞാൽ ഹാഗാർ ഇങ്ങനെ പറയും, ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതോ ഒന്നുമല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്റെ തലമുറയുടെ വിടുതലാണ്. ഞാൻ ഈ മരുഭൂമിയിൽ കരയാനുള്ള വിഷയം എന്റെ തലമുറയുടെ വിടുതല. ഇന്ന് രാത്രി ഈ തലമുറയ്ക്ക് വേണ്ടി ഞരങ്ങുന്ന കരയുന്ന തലമുറയുടെ ഭാവിയോർത്ത് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നിന്നോട് വചനത്തിലൂടെ ദൂത് പറയുക. എന്താ മരുഭൂമിയിൽ എന്തുണ്ട്? വായിക്കാം 19-ാം വാക്യം, 21:19. മരുഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമിയിൽ കരയുന്ന ഈ സഹോദരിയുടെ മാതാവിന്റെ ഹാഗറിന്റെ കണ്ണ് ദൈവം തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 2 പെണ്ണുങ്ങളുടെ കണ്ണ് തുറന്നതായി കാണുന്ന ഒന്ന് ഇതാ. ഏതാ? ദൈവം അവിടെ കണ്ണ് തുറന്നു. വേറൊരു തള്ളയുടെ കണ്ണ് തുറന്ന് അറിയാമല്ലോ. വായിച്ചോ, 3:6. പെട്ടെന്ന് വായിച്ചോ, അറിവുള്ള വാക്യമാ. 3:6 വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും. വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ഞാൻ ഗ്രാമീണ സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അടുത്തത് അവനും തിന്നു. അവനും തിന്നാതൊക്കത്തില്ലല്ലോ, അവനും തിന്നു. ഇരുവരുടെയും കണ്ണ് തുറന്നു. ഇത് വേറൊരു കണ്ണാണ് കേട്ടോ, ഇത് വേറൊരു കണ്ണാ. ഈ കണ്ണ് വല്യമ്മച്ചിയുടെ കണ്ണ് ഏതാ? കണ്ണ് തുറന്നെന്ന്. ഈ കണ്ണാ കൊച്ചുമോൻ ലോകത്തിന് കിട്ടിയത്. അപ്പോൾ ലോകത്ത് നോക്കി വല്യമ്മച്ചിയുടെ കണ്ണ ചില പറഞ്ഞ തള്ളയുടെ അരച്ചു വെച്ചില്ല, അതാണ് അരച്ചു വെച്ച കണ്ണ. വലിയതല്ല നോക്കി ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും കണ്ടു, പറിച്ചു തിന്നു. അടുത്ത ഭാഗത്ത് തിന്നപ്പോ പിന്നെയും കണ്ണ് തുറന്നു. അത് വേറൊരു കണ്ണ. ഈ കണ്ണ ലോകത്തിന് കിട്ടിയത്, ലോകത്ത് നോക്കി. അല്ല, ഈ കണ്ണ ആദാന് കിട്ടിയത്. കണ്ടു, മോഹിച്ചു, എടുത്തു. അത് ഞാൻ എന്റെ വിഷയം അതല്ലല്ലോ. ഇവിടെ വ്യത്യസ്തമാണ്. ദൈവം അവിടെ കണ്ണു തുറന്നു. അവളൊരു നീരുറവ് കണ്ടു. അവളൊരു നീരുറവ് കണ്ട് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. മരുഭൂമിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടുന്ന ദൈവത്തോട് പറയാം. ഒന്ന്, മരുഭൂമിയിൽ സർവജ്ഞനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിലെ ആരാധനയ്ക്ക് സമുദായങ്ങളും സംഘടനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പാരമ്പര്യവും ഒക്കെ വിട്ട് ഈ സത്യദൈവത്തെ പഠിക്കുവാൻ, ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, പുറകോട്ട് പോകരുത്, അതുവിധം കേട്ട് നീ ക്ഷീണിക്കരുത്. നിന്നോട് ദൂത് പറയുക, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, അല്ല നിന്റെ സന്തതിയുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഈ മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. അതാണ് ഓടിച്ചു പോകയോ. വാക്ക് തന്നെ ഞാനങ്ങ് നിൽക്കും. വാക്ക് സമയം ആയോ? ഇവിടെ പേര് നമുക്ക് ഒരാൾ പറഞ്ഞു, എനിക്ക് നേരത്തെ പോകേണ്ടതാണ്, നേരത്തെ ഞാൻ നിർത്തണം. പേര് ഞാൻ പറഞ്ഞ ഉടനെ ഇരിപ്പുണ്ട്. അത് പെട്ടെന്ന് നിർത്താം. എനിക്ക് അഭിമാനം പോലെ പറയാം. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതൽ. നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ തുറച്ച് പറഞ്ഞാൽ സകലത കരുതി ഒരുക്കി വെച്ചാൽ നിന്നെ വിളിച്ചിറക്കാം. സൃഷ്ടിപത്രം പഠിച്ച് 5 ദിവസം കൊണ്ട് ഭൂജല കേജല വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് ഈ അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കൊണ്ട് നക്ഷത്രങ്ങളെയും ഭൂജല കേജല വസ്തുക്കളെയും ഫലമൂലാദികളെയും വൃക്ഷജലാദികളെയൊക്കെ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് 6-ാം ദിവസത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് തന്നെ സൃഷ്ടിക്കണ മണിമകടമാകുന്ന മനുഷ്യനോട് ദൈവം പറയാം, പിന്നെ ഇതെല്ലാം മനഃപൂർവ്വം മോഡലിൽ കഴിക്കണം, കഴിക്കുകയും ചെയ്യണം. അപ്പം ഇവനുള്ളതെല്ലാം സൃഷ്ടിച്ചേച്ചാൽ ഇവനെ സൃഷ്ടിച്ചു. നമുക്ക് വേണ്ടതെല്ലാം ഒരു
ഏതിന് കിഴക്കൊരു തോട്ടവും വരും. അതിനകത്ത് എന്നൊക്കെ സാധനമാണ് കേരവും ജമ്പീരവും ഈന്തലും കരിപുളി വേര നാഗരംഗം ആനന്ദം ആതുളങ്ക ആമറങ്ങൾ ആമറാന്തരം എല്ലാം ഉണ്ട് അതിനകത്ത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചാൽ ദൈവം നമ്മെ വിളിച്ചിറക്കുക. ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, 40 വർഷം ആ മരുഭൂമിയിൽ പ്രയാണം ചെയ്തത് ഇല്ലേ? 40 വർഷം. മോശ ചിന്തിക്കുക, 30 ലക്ഷത്തിൽ കൂടുതൽ ജനമുണ്ട്. ദൈവം തമ്പുരാനെ മരുഭൂമിയിലോട്ടാണ് പോകുന്നത്. സൂര്യൻ നേരിട്ടടിക്കുക, കടലിലൂടെ ഈ സൂര്യകിരണങ്ങളെ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ നിവദിച്ച മാരക രോഗം വരെ ഉണ്ടായ മനുഷ്യൻ മരിക്കും. മോശ ചിന്തിക്കാതെ ഇതിനെല്ലാം കൂടെ ഞാൻ ഇവിടുന്ന് കൊട കൊടുക്കും. അങ്ങനെ ചിന്തിക്കാതെ ഒരു ചുവട് വെക്കുകയല്ല. മോശ അങ്ങനെ ചിന്തിച്ചില്ല. ഇനി അഥവാ ചിന്തിച്ചാൽ ഈ 30 ലക്ഷത്തിന് ആരാ കൊട കൊടുക്കുന്നത്? ഏത് കമ്പനി കൊടുക്കും? ജോൺസൺ കോപ്പിയൊക്കെ ഉടക്കുമൊക്കെ ഉണ്ട്. ഇനി 3-4 കമ്പനി കൂടി കൊടുക്കാൻ തീരുമാനിച്ചാൽ 10 ലക്ഷം എല്ലാം ഉടക്കുവാണ്. ലാസ്റ്റ് കഴിക്കാൻ വന്നപ്പം സാമ്പാർ പാത്രം കമത്തി കാണിച്ചില്ലെന്ന്. ഇതാ കുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനകത്ത് തവിൽ കഴിക്കും. മോശം ഇതൊന്നും ചിന്തിച്ചില്ല. ഇനി 5-6 കമ്പനി കൂടി കുട കൊടുക്കുക, ആരും ഇത് കൊടുക്കാൻ പറ്റില്ല. അതെല്ലാം ഉടകൊണ്ടാണ്. അവിടെ തമ്മിൽ പറഞ്ഞു, ഇവിടെ കുടക്കം പറ്റി വേണ്ട, ഉടക്കം വേണ്ട, പിന്നെ എല്ലാവർക്കും കൂടെ ഒരു കുട ഞാൻ തരും. ദൈവത്തിന്റെ കരുതലാണ്. 30 ലക്ഷം ജനത്തിന് 40 വർഷം ഈ മരുഭൂമിയിൽ സൂര്യന്റെ കഠിനതാപം ഏൽക്കാതെ യാത്ര ചെയ്യാൻ ഒരു കുട ഞാൻ തരും. പിന്നെ നിങ്ങൾ ആരും കുട പിടിക്കണ്ട. കാരണം എനിക്ക് ഒരുത്തര് ചുമ്മാ കളസം വിട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ ദൈവം പറയുക, എനിക്ക് ഒരുത്തര് ഈ നിങ്ങളെ കുപ്പായും നെടിയൽ ഈ നടുക്കട്ട് ഇതൊന്നും എനിക്ക് വലിയ വിശ്വാസം. കാരണം ഇതൊക്കെ ഇട്ടോണ്ട് നടക്കുന്നതൊന്നും വിശ്വാസമില്ല. അതിനാ മൂക്കി ശ്വാസമുള്ള ഒരുത്തന് നിങ്ങൾക്കല്ല എന്നെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം പറഞ്ഞ എനിക്ക് ഒരുത്തിനും വിശ്വാസമില്ല. അതിനാ ഇല്ല. അതുകൊണ്ട് ഞാൻ പിടിക്കും, നീയല്ല ഇതിന്റെ വീട് നിന്നാണ്. നമ്മുടെ ഈ വല്ലതും ഉട പിടിക്കാൻ വരുന്നെങ്കിലോ നല്ല ഷെയറായി. കുമ്പനാട്ടുകാരുടെ ഉട കൊടുത്താൽ പറയാം, കുമ്പനാട്ടെ ഉട പിടിക്കുള്ളൂ, ബാക്കി എല്ലാവരും കുമ്പനാട്ട് നാട്ടുള്ളവരെ തന്നെ എല്ലാവരും കയറ്റിയല്ല. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ ഒരു കുട കൊണ്ടൊന്നും നടക്കില്ല. മുളക്കുടയിലാ കുട പിടിക്കാം. അവിടെ ഒരു കുട പോരാ. അവര് പറയാം, ഞങ്ങൾക്ക് 2 കുട വേണം കേരളത്തിൽ, ഒന്ന് ബാക്കിലും പിടിക്കണം, ഒന്ന് ഇരുത്തിക്കൊണ്ടായി പറയുന്നത്. ശാരോദാരുടെ കുട കിട്ടിയാൽ പറയും ഒത്തിരി പേരെന്ന് പറഞ്ഞ ഇടയില്ലെന്ന്. ഏഴില്ലാത്തേക്ക് കൊടുത്ത് അവര് പറയും 2 കുട, മലബാറിൽ ഒരു കുട വേണം, പിന്നെ ഇവിടെ ഒരു കുട, പുനലൂരിൽ വേണം. അത് എല്ലാവരും ഒന്നും വെടി കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ പറയാ TPN-ആണ് അതുകളെ കുട കൊടുത്താൽ പറയും 144,000 പേര് കയറും, പിന്നെ ഇടയോട്ട് നിന്നെ ഒന്നും കയറ്റിയാലോ. അതുകൊണ്ടാണ് ദൈവം പറയാൻ പറഞ്ഞത്, ഒരുത്തനെ വിശ്വാസമില്ല. പിന്നെ ഒരു കാര്യം പറയാ, ഒരു കുട ഞാൻ പിടിക്കും, അത് ഞാൻ പിടിക്കും. നീ അല്ലാതെ നിന്റെ കീഴേ വന്ന് നിന്നാ മതി. ഒരു കുഴപ്പവും അതാ 99 സംഘത്തിന് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലെങ്കിൽ പാർക്കണം. ദൈവം തമ്പുരാന്റെ കരുതൽ കണ്ടോ? 40 വർഷം 30 ലക്ഷത്തിൽ ജനം അവൻ ചൂടടിക്കാതിരിക്കാൻ, അനർത്ഥം വരാതിരിക്കാൻ ദൈവം തമ്പുരാൻ ഒരു കുട പിടിച്ചു. അത് മേഘത്തിന്റെ കുട. ഇന്ന് രാത്രി അനർത്ഥം വരാതിരിക്കുവാൻ ഒരു മേഘം നിന്റെ കൂടാരത്തിൽ അടിക്കത്തില്ല, ഒരു അനർത്ഥം നിനക്ക് ബാധിക്കത്തില്ല. ദൈവം തമ്പുരാൻ പിടിക്കുന്ന മേഘത്തിന്റെ കുടകിന്റെ കീഴെ ഞാൻ നിന്ന ഒരു ഭീകരൻ നിന്നെ തൊടത്തില്ല, ഒരു ശത്രുവിൽ നിന്നെ തൊടിയല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. എന്റെ ഭാഷയാ, 1 മാസം പോലും കറണ്ട് ബില്ല് അടച്ചില്ലല്ലോ. അഗ്നിസ്തംഭമല്ലേ. നമ്മളങ്ങനെ കറണ്ട് ബില്ല് മേടിച്ച് മിക്ക വീട്ടിൽ 0 ബൾബ്. അടുത്ത് ചെന്ന് നോക്കണം, ജാഗോചനാണോ? ഞങ്ങൾ പലക്കാരും കൊച്ചമ്മയുണ്ട്, പേരും സ്ഥലവും പറയുന്നില്ല. റോഡ് സൈഡിലാണ് വീട്. ഇവരുടെ ഗേറ്റിനോട് ചേർന്ന് ആ പോസ്റ്റ് ലൈറ്റ് ഇവരിടില്ല.
നിങ്ങൾ രണ്ടും മുഴുവൻ ലൈറ്റ് പോവാൻ തിന്നേ വന്നിരിക്കുക. കാരണം പോസ്റ്റേ കേട്ടോ. ഞാൻ അടുത്ത കാലത്ത് എന്തുവാണ് കറണ്ട് ബില്ല് 340 അവിടെ. ഇതാ പണി. ഓവറെ ഒരച്ചാളിയും കൊച്ചമ്മയുണ്ട്. അകത്തെ എല്ലാം ഓഫാക്കി തിന്നേ വന്നിരിക്കുക. തിണ്ണെ നടന്നു കൊടുക്കുമ്പോൾ തിണ്ണയിൽ ഓഫാക്കിച്ച് അകത്തത് വരും. അകത്തെ മുറിലോട്ട് പോകണേ ഇത് ഓഫാക്കിയിട്ട് അത് വരും. ഇല്ലാത്തവനല്ല, ഭൂതനാശമുള്ള വിടലയാണ്. ഇതാ മനുഷ്യന്റെ അല്ല പ്രകൃതി. അല്ല, പെന്തിക്കോസ്തുകാരുടെ സഭാബോർഡിന്റെ ഭാഗത്ത് മിക്കത് ഇരുണ്ട് കിടക്കുക. ചില ഹെഡ്ക്വാർട്ടറിൽ ചെന്നാൽ ഓളം ശരാശരിയാൻ കൂടാന്ന് നമുക്ക് തോന്നിപ്പോകും. ആണ് മുളക്കൂടെ നല്ല വൃത്തിയാണ് കൊടുക്കേ. നല്ല നന്നായി പെട്രോൾ പഠിച്ചോമില്ല മിക്ക ഹോളിൽ. അത് മാസ്റ്റർമാരും വിശ്വാസം, ഈ കമ്മിറ്റിക്കാർ യോമാര് കാശും കൊടുക്കത്തില്ല. എടാ, നീ പോയി ആരാധിക്കുന്ന കാലല്ലേ അവിടെ ഒരു നല്ല ലൈറ്റ് ഇടണ്ടായിരുന്നു. നാട്ടുകാരും ആരും രാത്രി പോയാൽ കാണണ്ട ഇത് ചത്തപ്പോട അല്ലെ IPC അല്ലെ ആസിഡ് ഈ രണ്ട് കയറി പാസ്റ്റർമാർക്കും കൂടെ കൊടുക്കണം. അവർ അത് സെപ്പറേറ്റ് അങ്ങ് കൊടുത്തു. ഉമ്മ അന്ധകാരം പിടിച്ചു തന്നെ അങ്ങനെ ഞായറാഴ്ച എല്ലാം കൊള്ളാൻ പറ്റും. ഈറും വൃത്തിയില്ല, വെട്ടവുമില്ല, വെളിച്ചവുമില്ല, ഓണം ശാശെല്ലാം കൂടെ കയറി ഉള്ള കാര്യമല്ലേ പറയാൻ ഇല്ലേ? ഓ, നമുക്ക് ആ വിഷയം വേണം. 40 വർഷം നടന്നു. ഒറ്റ മാസം പോലും കറണ്ട് ബില്ല് അടച്ചില്ല. അഗ്നിസ്തംഭം വിട്ടാണ് ദൈവം നടത്തിയത്. ഒന്ന്, മരുഭൂമിക്ക് ദൈവത്തിന്റെ കരുതൽ ഓടിച്ചു നിർത്തുക. പെട്ടെന്ന് വായിച്ചോ. 3:1 പുറപ്പാട് 3:1 പെട്ടെന്ന് വായിച്ചു. ചടികടാന്ന് വായിച്ചു. മോശ മിദ്യാനിൽ പുരോഹിതനും തന്റെ അമയപ്പനുമായി യഹോവയുടെ ആളുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അനുഭവിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരമാത്മാവിന്റെ ഹോരേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിന്റെ നടുവിൽ അഗ്നിജാലികൾ അവന് അധികം വിവരിക്കുന്നില്ല. 1, മരുഭൂമിക്ക് ദൈവത്തിന്റെ കരുതലുണ്ട്. 2, ഈ മരുഭൂമിക്ക് ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. അനർത്ഥത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, പെടുമരണത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. നിന്റെ കാലിൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്റെ കൈകളിൽ വഹിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവഭക്തര്, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവം ദൂതനെ ഇറക്കും. നീ ആരാധിക്കുന്ന ആലയത്തിന് ചുറ്റും ദൈവം ദൂതനെ ഇറക്കും. നീ പോകുന്ന വാഹനത്തിൽ ദൈവം ദൂതൻ കാവലായിരിക്കും. നിനക്ക് മുമ്പായിട്ട് ദൈവം ദൂതനെ അയക്കും. ഒത്തിരി കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതെല്ലാം അടങ്ങുക. കുറഞ്ഞത് ഒരു ദൈവഭക്തന്റെ കൂടെ 2 ദൂതന്മാരുണ്ട്. കുറഞ്ഞത് എത്ര ഗുണം പിടിക്കാത്തവനാണെങ്കിലും 2 ദൂതൻ. ആളുകളെ ദൂതം കൂടും. അവരെ ഒരിക്കൽ അസിസ്റ്റന്റ് വെളിയിലോട്ട് ഇറങ്ങിയ അരാം സൈന്യത്തെ കണ്ടു. ചാടിയ അസിസ്റ്റന്റ് അകത്തോട്ട് കയറി സെന്ററിനോട് പറഞ്ഞു, ബൈബിൾ എടുത്തുകൊണ്ട് നമുക്ക് ഓടാന്ന് പറഞ്ഞു. എന്നാ അരാം സൈന്യം. ഇന്നത്തെ സംഘടന പറഞ്ഞ ബൈബിളൊന്നും വേണ്ടടാ, ഉമ്മനാടി എന്ന് മേടിക്കാം, എതിരെയാ ഓടുന്നത്. ഇങ്ങനെ കാര്യമല്ല ഈ പറഞ്ഞത്. ഞാൻ ഇന്നത്തെ പല സെന്ററിന്റെ കാര്യം. എന്നാൽ അന്നത്തെ സെന്റർ പറഞ്ഞാൽ ഞാൻ നൽകാം, ഓടാന്നല്ല പറഞ്ഞ. അസിസ്റ്റന്റിനെ പിടിച്ച് നിർത്തിയേച്ച് തലയെ കൈവച്ച്, എന്റെ ദൈവമേ, ഇവൻ എത്രയോ നാളും കൂടെ ഉണ്ടായിട്ട് ഇവനിങ്ങനെ സെൻട്രൽ സെക്രട്ടറിയാ, കമ്മിറ്റിയാ, കൗൺസിലാ, കുന്തമാന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇവനൊരു നല്ല ബുദ്ധി ഇതുവരെ വിഷയം. ഇവനിങ്ങനെ കൗൺസിൽ മെമ്പർ, ഹൈ കൗൺസിലാണ്, സെക്രട്ടറി, ട്രഷറർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവന്റെ കണ്ണ് ഇതുവരെ ചേട്ടവന്റെ തലയിലോട്ട് കൈവച്ച് ഇതിന്റെ കണ്ണൊന്ന് തുറക്കണം പ്രാർത്ഥിച്ചപ്പോ ഇവന്റെ കണ്ണ് തുറന്നപ്പം ഒരു മല നിറയാ ദൂതന്മാർ. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നതിനു വേണ്ടി ദൈവം അളവില്ലാതെ ദൂതനെ ഇറക്കുമെന്ന്. അല്ലേ? നിന്റെ ആലയത്തിന് ചുറ്റും ദൈവം ദൂതനെ ഇറക്കും. നിന്റെ വീടിന് ചുറ്റും ദൈവം ദൂതനെ ഇറക്കും. അല്ലേ? ഇപ്പൊ പിന്നെ നിന്റെ വീട്ടിൽ ദൂതനൊന്നുമില്ല. കാരണം പട്ടിയുണ്ടെന്ന്. ദൂതം വന്നാൽ ദൂതൻ അങ്ങോട്ട് പോകാനപ്പോ അവിടെ പട്ടി പോകുന്നു കൊണ്ട് ദൂതം പറഞ്ഞ് നമുക്ക് അപ്പുറത്തോട്ട് അവിടെ അവനുണ്ടെന്ന് പറഞ്ഞു. വെടിവെക്കുക, തല്ലി കൊല്ലുകയും കൂടെ വേണ്ട. നിനക്ക് ദൂതം വേണോ പട്ടി വേണോ? നടന്ന പറഞ്ഞ് എനിക്ക് പട്ടിയും ദൂതനും വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദൂതനെ ഇറക്കണം. ദാനിയേൽ സിംഹഗുഹയിൽ കിടക്കുക. ഇട്ട രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് അധികാരത്തെ കേൾക്കത്തോടെ വന്ന് ചോദിക്കാൻ ഉണ്ടോ?
എന്റെ ഭാഷകാരെ കോട്ടുകാർ കൈയടിച്ചേക്ക് പറഞ്ഞു, രാജാവിന് ദീർഘായുസ്സുണ്ടാകട്ടെ രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കാൻ. അടുത്ത പറഞ്ഞ എന്റെ ദൈവം തന്റെ ഭൂതായിട്ട് നിന്നെ കടിച്ചു തിന്നുവാൻ, പുച്ഛിച്ചിടുവാൻ, നിന്നെ വകവരുത്തുവാൻ, നിന്നെ വിടുകി കളയുവാൻ, ആക്രോശത്തിന് വേണ്ട നടുവിൽ നിനക്ക് വേണ്ടി ദൈവം ഭൂതം. ഒരിക്കൽ ദൈവത്തെ പോലെ ദൂതനെ വിളിച്ചേച്ച് പറഞ്ഞു, നീ അശൂർ പാളയത്തിലോട്ട് പോയിച്ച് വരാൻ പറഞ്ഞു. ആ ദൂതൻ അങ്ങോട്ട് എന്റെ ഭാഷ ഒറ്റയടി 1,85,000. ഈ ടൈപ്പ് ദൂതനായി എനിക്ക് നിനക്ക് കാണും. ചില ദൈവദാസന്മാരും ദൈവമക്കളും പറയുന്നത് കേട്ടിട്ടില്ലയോ, എന്നെ ദൈവദാസനെ ദൈവമക്കളെ വണ്ടി എന്നെ ഇടിക്കാൻ വന്നതറിയാ, ആരാണ്ടെന്നെ എടുത്തു മാറ്റിയതുപോലെ ആ സൈഡ് നിൽക്കുക. അയ്യോ, ആരാണ്ടല്ല, ദൈവത്തിന്റെ ഭൂതൻ. ഈ വണ്ടി കയറി ആരെങ്കിലും നഗരോട് നിന്ന് തള്ളിയിട്ട് എന്റെ ഭാഷയ വള്ളി കൊട്ടക്കിടത്ത് വാരി എടുക്കത്തക്ക വിധത്തിൽ വൈകി പൊഴുതിയപ്പോൾ അവിടുന്ന് തട്ടി മാറ്റിയത്, മാറ്റി നിർത്തിയത് മറ്റാരുമല്ല, ദൈവത്തിന്റെ ഭൂതൻ. അനുഭവത്തിലെ ദൈവത്തിന് മഹത്വപ്പെട്ടത് മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം കൊണ്ട് നിന്നെ കരുതുവാൻ, നിന്നെ പിടിപ്പിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ. ദൈവത്തിന്റെ ഭാഗത്ത് ഓടിച്ചു പറയാ. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതൽ. രണ്ട്, മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം. എല്ലാം വിവരിക്കുന്നില്ല, ഓടിച്ചു തീർക്കുക. 3 പുറപ്പാട് 3:18. പെട്ടെന്ന് വായിച്ചു. എന്നാൽ അവൻ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രാഹിം ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസം വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങൾ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ. 3 മരുഭൂമിയിൽ യാഗമുണ്ട്. യാഗം പഴയ നിയമത്തിൽ ഇസ്രായേലിന് പല യാഗം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം യേശുവിന്റെ കാൽവരി മരണത്താൽ, ഏകയാഗത്താൽ അതിനൊക്കെ പൂർത്തി വന്നിരിക്കുക. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് പല യാഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനവും വിശേഷപ്പെട്ട യാഗം സ്തോത്രം എന്ന യാഗമാണ്. അങ്ങനെയെങ്കിൽ മരുഭൂമിയിൽ സ്തോത്രം എന്ന യാഗമുണ്ട്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്ന്. ദൈവങ്ങളെ, സ്തോത്രത്തിന് ശക്തിയുണ്ട് കേട്ടോ. അനുഭവത്തിൽ നിന്നും അതിനകത്ത്. പക്ഷെ നമ്മുടെ പല ആൾക്കാർക്കും വെളിവില്ല. ഈ സ്തോത്രം പറയാൻ പറയുമ്പോൾ ഉടനെ അന്ന് ലീഡ് ചെയ്ത പുള്ളി പറയണ്ടേ, പുള്ളി ഉദ്ദേശിക്കുന്ന ഹല്ലേലൂയ പറയാം. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ പോലെ കരമുയർത്തി ഒരു ഹല്ലേലൂയ. അവൻ പറയുന്ന പുള്ളിക്കും വെളിവില്ല. പണ്ടൊരാള് പറഞ്ഞത്, എന്നെ കെട്ടാൻ വന്നവൻ എന്നിൽ കിടകെട്ടവൻ. സ്തോത്രം എന്നതാ ഹല്ലേലൂയ ഞാൻ ഇതുവരെ ചില കാര്യത്തില്ല. ജാഗ് ഏതാ, ജാഗോ ഏതാ, ബോത്ത് ഏതാ, ബോത്തൻ ഏതാ, മേരി ഏതാ, മൂരി ഏതാ അറിയത്തില്ല. സ്തോത്രം ചെയ്യാൻ പറഞ്ഞാൽ സ്തോത്രം ചെയ്യണം. സ്തോത്രത്തിനകത്ത് ശക്തിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. കൊമ്പും കുളമുള്ള ഊരിയേക്കാൾ നല്ലതാ സ്തോത്രം എന്ന യാഗം. ഞാൻ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും ഒക്കെ പറയാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് ഈ വെളുപ്പിനെ എഴുന്നേറ്റിരുന്നൊന്ന് സ്തോത്ര പ്രാർത്ഥന നടത്താമോ? ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എഴുന്നേൽക്കും. കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്ന് പാട്ട് പാടിയിട്ട് അതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് ഒറ്റയ്ക്കിരുന്ന് സ്തോത്ര പ്രാർത്ഥന നടത്തും. ആൾക്കാരുടെ എല്ലാം പേര് പറഞ്ഞ് സഭാവിഷയം, ഞങ്ങളുടെ സഭയിലെ എല്ലാവരുടെയും പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യും. സഭയിൽ മാത്രമല്ല, എൻ്റെ ഇഷ്ടപ്പെട്ട ആളാണ് പേര് പറഞ്ഞു സ്തോത്രം ചെയ്യും. അത് വളരെ വിടുതലാണ്. ഈ സഭായം 10-ന് തുടങ്ങുന്നെങ്കിൽ ഒരു 9:50 വന്ന സ്തോത്ര പ്രാർത്ഥന നടത്തിക്കുക. ഇത് 9:50 വന്നാലും വെളിയിൽ ഇരുന്ന് കുരുക്കും കുഞ്ഞായും ഒപ്പിക്കുക. അതേ പുള്ളി വന്നോ, ഇതെല്ലാം ഒപ്പിച്ച് ചകത്തോട്ട് കയറി എവിടെ നമ്മൾ പറയാം തീ കത്തട്ടത് ഇന്ന് വളയ ആര് കത്താനാണ്? സ്തോത്ര പ്രാർത്ഥന നടത്തിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, അന്തരീക്ഷമാണ്. വിവരിക്കുന്നില്ല, നിർത്തുക. സ്തോത്രത്തിന് ശക്തിയുണ്ട്. അപ്പൊ 1, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2, മരുഭൂമിയിൽ സ്തോത്രം എന്ന ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. 3, സ്തോത്രം എന്ന യാഗമുണ്ട്. 4, 5-ാമത്തെ യാഗത്തിന്റെ 1 വായിച്ച പെട്ടെന്ന്
മോശയും അഹരോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കണം. മരുഭൂമിയിൽ ഉത്സവമുണ്ട്. വ്യാഖ്യാനിക്കാൻ ഉത്സവം സന്തോഷത്തെ കാണിക്കുന്നതാണ്. ഉത്സവം ആചരിക്കുന്ന വിശാലത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യ ദൈവാലയത്തിൽ ചെന്ന് ഓർമ്മ എന്റെ ഉള്ളവെങ്കിൽ ആ മരുഭൂമിയിൽ സന്തോഷം. ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ മകൻ ദൈവമക്കൾക്കാണ്. എന്താ നമുക്ക് സന്തോഷിക്കാൻ മകൻ? ഏറ്റവും വലിയ വക എന്നാണെന്നറിയാമോ? യേശു നമ്മുടെ രക്ഷകനാണ്. നമ്മുടെ പാപത്തെ മോചിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നമുക്ക് വിടുതല കിട്ടി. മാത്രമാണോ നമുക്കൊരു നിത്യത കിട്ടാൻ പോകുക. അതുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷമുള്ളത് ദൈവമക്കൾക്ക്. നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് ലോട്ടറി അടിക്കുമ്പോഴല്ല, കൂട്ടാൻ ചാറ്റ അടിക്കുന്ന സന്തോഷമല്ല നമ്മുടെ സന്തോഷം. എന്താ നമ്മുടെ സന്തോഷം? ചിലപ്പോൾ ഞെരുക്കോ ബുദ്ധിമുട്ടുമൊക്കെ കാണും. അങ്ങനെ നീ പുസ്തകത്തിൽ വായിക്കുന്നത് ഗോശാലകളിൽ കന്നുകാലി കണ്ടെന്ന് വരികയില്ല, അത്തിവൃക്ഷം പൂത്തെന്നോ തളർത്തെന്നോ വരികയില്ല, മുന്തിരിയിൽ ഫലം കണ്ടെന്ന് വരികയില്ല. അത് കന്നുകാലി കൂടി ശൂന്യമായിരിക്കും. പക്ഷേ നാം യഹോവയിൽ ആനന്ദിക്കും. സങ്കീർത്തനകാരൻ പാടുക, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നു. ഇന്ന് രാത്രി മരുഭൂമിയിൽ സന്തോഷമുണ്ട്. വിശദീകരിക്കുന്നതിന് നിർത്തുക. ഒന്ന് കരുതലുണ്ട്, രണ്ട് ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്, മൂന്ന് സ്തോത്രമെന്ന യാഗമുണ്ട്, നാല് അവൻ ആനന്ദമുണ്ട്, ഉല്ലാസമുണ്ട്. മാത്രമാണോ ഇനി എല്ലാം വായിപ്പിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 15:22 മുതൽ വായിച്ച് വേഗത്തില്. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമി വായിച്ച സമയം പോകും. ക്ഷമിക്കണേ, അങ്ങ് പറഞ്ഞു വിടാൻ. വായിച്ചു പിന്നെയും സമയം പോകുമല്ലോ. അവിടെ വായിച്ച് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ടൊക്കെ പറയും. ഇപ്പൊ ഇരിക്കാനായി പറയുന്നത്. പക്ഷെ അവർ പേടിച്ച് പറയാത്തത്. കാരണം അതിന്റെ ബോധവും വിവരമുള്ളവനല്ല. വല്ലതും വിളിച്ച് പറയുമല്ലോ ഓർത്ത് ഈ ബഹുമാനിൽ അങ്ങ് മിണ്ടാതിരിക്കുക. നിർത്തില്ല. അതുകൊണ്ട് നിർത്തില്ല. അതിലൂടെ പറഞ്ഞിട്ട് നിർത്തില്ല. മരുഭൂമിയിൽ എന്തോ ഉണ്ടെന്നാ ഇവിടെ പുറപ്പാട് 15:22 പറയുക. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറിയിലെത്തിയാറെ മാറിയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറപ്പെടുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനവനെ പരീക്ഷിച്ചു. ഒരു ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവ് 70 ഈന്തപ്പനയും അവർ വെള്ളത്തിനരികെ പ്രളയമായി. സമയം എന്തുവായി? ഒരു 5 മിനിറ്റ് കൊണ്ട് നിർത്താം. എന്നാ ഇന്ന് അങ്ങ് ക്ഷമിക്കേ. എന്നാ സങ്കടപ്പെടും. ഇന്ന് അങ്ങ് ക്ഷമിക്കേ. ഇന്ന് അങ്ങ് ക്ഷമിക്കേ. ഏതായാലും 9:30 ആശീർവാദം പറയും. അവരത് കൈകാര്യം. അതുപോലെ അധ്യക്ഷനാരാ? മനീഷ. മനീഷ എന്നെ വിളിച്ച മനീഷ. ഓ നമ്മളാ. മക്കൾ എന്നാ ഒരു സങ്കടം. ചരിഞ്ഞിരിക്കുന്ന യേശു ഭൂഷിക്കപ്പെട്ടതുപോലെ നേരെ കഴിക്കുക. ഒന്നും സങ്കടപ്പെടണം. ഇപ്പം നിർത്താം. ബഹുമാന്യ കർത്തദാസ സമയിച്ചൂടെ താത്തതിന് നാന്ദിയുണ്ട് കേട്ടോ. തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് 8 മണിക്ക് സമായത്. ചെന്നിട്ട് എനിക്ക് ജോലിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഉറക്കമൊക്കെ കുറവാണ്. എനിക്ക് ആരോഗ്യത്തിന്റെ ആകാശാദ്യതയാണ്. ദൈവത്തിന് മകൻ ഒരു കുഴപ്പവും വരികയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2, മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. 3, മരുഭൂമിയിൽ സ്തോത്രമെന്ന യാഗമുണ്ട്. 4, മരുഭൂമിയിൽ ആനന്ദമുണ്ട്. ഈ കണ്ണികൾക്ക് 3-4 കാര്യം കൂടെ എല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല. ഇവര് വെള്ളമില്ലാത്ത സ്ഥലത്താണ്. അപ്പൊ മരുഭൂമിയിൽ ചില ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയുക. അതുകൊണ്ട് പെന്തിക്കോസ് വന്ന ഉടനെ പ്രശ്നമെല്ലാം തീരുവെന്ന് ഏതെങ്കിലും വെടല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങരുത്. ഇതിനകത്ത് ഞെരുക്കമുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട്, കഷ്ടതയുണ്ട്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ മാനാപമാനങ്ങളുമുണ്ട്, ദുഷ്കീർത്തി സൽകീർത്തിയുണ്ട്, ചിലപ്പോൾ ഞെരുക്കമുണ്ട്, ഇടുക്കമുണ്ട്. അതുകൊണ്ടല്ലയോ പൗലോസ് പറഞ്ഞ് ഞങ്ങളൊന്നുമില്ലേ എല്ലാം ഉള്ളവരെ പോലെ. ഞങ്ങൾ ഇടുക്കത്തിലൊക്കെ ഇരിക്കുന്നെങ്കിൽ അനേകരെ ഞങ്ങൾ വിശാലത്തിലേക്ക് കൊണ്ടുവരിക. ഞങ്ങൾക്ക് ദാരിദ്ര്യമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അനേകരെ സമ്പന്നരാക്കുക. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, അവൻ താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും തൃപ്തനായിട്ടിരിക്കാനും വേഷത്തിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഇതാ ക്രിസ്തീയ ജീവിതം.
എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ തലത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും. നീ എന്നൊന്നും ഇങ്ങനെ കഴിക്കാൻ അനുവദിക്കുക. അപ്പോ മരുഭൂമിയിൽ ഞെരുക്കങ്ങൾ വരും, വിവരിക്കുന്നില്ല. അടുത്തത് മരുഭൂമിയിൽ മാറായുണ്ട്. മാറയിൽ എത്തിയാറേ മാറയിൽ വെള്ളം കുടിപ്പാൻ അത് കയ്പാ പുറപ്പെടുത്തു. മരുഭൂമിയിൽ മാറാനുണ്ട് കേട്ടോ, പക്ഷെ എന്നും ഒന്നും കഴിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇതിന്റെ നടുവിൽ വരുന്നവരെ വിളിച്ചപ്പോൾ ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു. അവനത് വെട്ടി മാറ കയ്പ മാറയിലോട്ടിട്ടപ്പോൾ അത് മധുരമുള്ളതാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്കറിയാം, ഏത് വൃക്ഷത്തെയും പച്ചയ്ക്ക് പച്ചയെ വെട്ടിയാൽ അതിനൊരു കറമാണ്. അങ്ങനെയെങ്കിൽ മോശ ഈ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ഈ മേറയിലേക്ക് ഇട്ടപ്പോൾ, എന്റെ ആശയത്തിൽ പറയേ ഇഷ്ടമുണ്ടായി യോജിച്ചാൽ മതി, ഈ വൃക്ഷത്തിന്റെ കറ ഈ മേറയിലേക്ക് ലഭിച്ചപ്പോൾ അത് മധുരമാണ്. അങ്ങനെയെങ്കിൽ ഈ വൃക്ഷം മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തുവാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞ് പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എത്ര അധികമാണ്. ഈ വൃക്ഷം നസറയനാകുന്ന യേശുക്രിസ്തുവാണ്. ആ വൃക്ഷം വെട്ടി വെള്ളത്തിലോട്ടിട്ടപ്പോൾ അതിന്റെ കറ മാറയിലേക്ക് ലഭിച്ചപ്പോൾ മധുരമുള്ളതായി. അങ്ങനെയെങ്കിൽ പ്രിയരെ, 33 തിരുവയസ്സിൽ നല്ല വൃക്ഷമാകുന്ന യേശുക്രിസ്തുവിനെ വെട്ടിയ ആദ്യത്തെ വെട്ടുകൊള്ളുന്നത് അവൻ ഗതസമനല്ല. അവൻ അവിടെ മുതൽ വെട്ടാൻ തുടങ്ങി, ഗതസമന മുതൽ വെട്ടി. എന്റെ ഭാഷ പറഞ്ഞ വന്നവനെല്ലാം വെട്ടാൻ തുടങ്ങി. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും അന്നാസും കയ്യപ്പാവൻ ഗരോലാവും പീലാത്തോസും സന്നിധി സംഘങ്ങൾ വന്നവനെല്ലാം വെട്ടി. ഈ തായ്തടിക്കിട്ട് വെട്ടുക, ഓരോ വെട്ടിനും കറയൊരു ചിറകുക. മുൾക്കിരീടധാരിയായി മുഖത്ത് രോമം പിടിതെടുക്കപ്പെട്ടവനായി മുതല് ഉടവയാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി വന്നവനെല്ലാം വെട്ടി. ഗതസമനം അതിന് വെട്ടേറ്റ് പീലാത്തോസിന്റെ കൽത്തലത്തിലും വന്ന് വെട്ടേറ്റ് അവൻ ചുമ്മാ നടന്നവന് കയറി വെട്ടി. എന്തിന്? അവൻ വെച്ചും വരച്ചും കൊല, അവൻ കുരിശു വരച്ചും വന്നുകൊണ്ട് ഞാൻ വരികിൽ 2 ദുഷ്പ്രവർത്തിക്കാതെ നടുവിൽ പിന്നെയും ആളുകളാൽ തറക്കപ്പെട്ട് ഒടിവിലത്തെ വെട്ടങ്ങ കുത്ത വിലാപ്പുറത്ത് കുത്തി. വിവിധൊന്നിവാടി ഒരു പാട്ടിന്റെ വരിയുണ്ട്, കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുന്നു, കരുണയില്ലാത്ത പടയാളി ഒരു പെരിയ കുന്തം അങ്ങെടുന്നു, കുത്തി തുറന്നു ചങ്ങിൽ നിന്നുടനെ ഒഴുകി ജലവും രക്തവും ഉടനെ. ഒടുവിലത്തെ വെട്ട് വിലാപ്പുറത്ത് അവിടുത്തെ രക്തവും വെള്ളവും ഒലിച്ചിറങ്ങി. ഇന്ന് രാത്രി ആ രക്തം, ആ കറയാകുന്ന രക്തം എന്റെ നിന്റെയും ജീവിതമാകുന്ന മാറയിലേക്ക് ലഭിച്ചപ്പോൾ അത് മധുരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തി കൊണ്ട്. ഈ രക്തം പാപമോചിക്കുന്ന രക്തം, ഈ രക്തം രോഗം സൗഖ്യമാക്കുന്ന രക്തം, ഈ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തം, ഈ രക്തം വിലയേറിയ രക്തം, ഈ രക്തം നിർമ്മല രക്തം, ഇത് പരിശുദ്ധ രക്തം, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഇത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർന്ന രക്തം. മാത്രമാണോ ആട്ടുപക്ഷന്മാരുടെയും കാടക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവർ കളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ജയം തരുന്ന രക്തം. കുഞ്ഞാടിന്റെ രക്തത്താലും മഴത്താലും ജയിച്ച ഈ രക്തം നിനക്ക് ജയം തരും. മാത്രമല്ലോ ഇപ്പോഴെടുത്ത വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ രക്തം നിന്റെ മാറയെ മധുരിപ്പിക്കും. ഇന്ന് രാത്രി കൈപ്പോടെ മനോവേദനയോട് മനസ്താപത്തോട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രി നിന്റെ കൈപ്പിനെ മധുരിപ്പിക്കുന്ന രാത്രിയാണ്. ഈ രാത്രി നിന്റെ മാറയെ യേശു മധുരിപ്പിക്കും. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. കൈപ്പോടിരിക്കുന്ന ദൈവത്തിന് ഭയങ്കര
മന്ദിരിപ്പിക്കും. നിന്നെ ആരെല്ലാം കൈപ്പിച്ചോ അവരെ കൂടി ദൈവം മന്ദിരിപ്പിക്കും. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കരമുയർത്തുന്നവരെ ചിന്തിച്ചാട്ടെ. 24 മാറ്റം വായിക്കണ്ട. ഞാൻ നിന്നെ സൗഖ്യമാകുന്ന മരുഭൂമിയിൽ രോഗശാന്തിയുണ്ട്. ഇന്ന രോഗമെന്നല്ല, സകല രോഗവും. പനി മാത്രമല്ല, നിന്റെ ക്യാൻസറും സൗഖ്യം, സകല രോഗവും മാത്രമല്ല. വ്യാഖ്യാനിക്കേണ്ടതാണ് 27. എലീമി കൊണ്ടുവന്ന സമൃദ്ധി. മരുഭൂമിയിൽ സമൃദ്ധിയുണ്ട്. നിർത്തുക. ഇനി എന്താ ബാക്കിയുള്ള ഒത്തിരി ഒന്ന് പറയാൻ. ഇത്ര നേരം കേട്ടിരുന്നതിന് നന്ദി, വളരെ സന്തോഷം. ശാന്തമായ ചിന്തകളാണ്. 1, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2, ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. 3, സ്തോത്രം എന്ന യാഗമുണ്ട്. 4, ആത്മീക സന്തോഷം, ആനന്ദമുണ്ട്. 5, ഞെരുക്കോ ബുദ്ധിമുട്ടുമുണ്ട്. 6, മാറായും കൂടെ മാധുര്യമുണ്ട്. 7, രോഗശാന്തിയുണ്ട്. 8, സമൃദ്ധിയും. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ പിന്മാറരുത്, പുറകോട്ട് പോകരുത്. ഉത്തമഗീതത്തിൽ ഇങ്ങനെ ആ വാക്യം 8:5 വായിച്ചങ്ങ് നിർത്താം. ഉത്തമഗീതം 8:5 പെട്ടെന്ന് അറിവുള്ള വാക്യം വായിച്ചു. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാടിക്കൊണ്ട് മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാടിക്കൊണ്ട് വരുന്നു ഒരുവൻ. നാരകത്തിൽ ചുവട്ടിൽ വെച്ച് ഞാൻ അല്ല, അത് വേണ്ട. മരുഭൂമി ചാരിയാണ്. നാരകത്തിന് മുന്നോട്ട് പോകണം. ഇവൾ ആരാണെന്ന അവിടെ സൗന്ദര്യം കൂടെ ഒന്ന് വായിച്ചു. 6:10. അരുണോദയം പോലെ ശോഭയും, അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, സൂര്യനെ പോലെ നിർമ്മലതയും, കോടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത ഉള്ളതോ ഇവൾ. അപ്പോൾ ഈ മരുഭൂമിയിൽ പ്രിയന്തനെ ചാടിക്കൊണ്ട് ഒരുതി വരുന്നെന്ന അവിടെ വിശേഷത 6:10. ഇതൊക്കെ വ്യാഖ്യാനിക്കേണ്ടതായി ഇപ്പൊ അടങ്ങുക. ആരില്ല ചാരുന്നെ? പ്രിയനാരാ? 5:10. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. അവന് കരാറുണ്ട്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. പിന്നെ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായി താഴോട്ട് തലമുടി മുതൽ നഖം വരെ വർണ്ണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവര് പറഞ്ഞ അവന്റെ കൈകൾ ഗോമേതകം പതച്ചിരിക്കുന്ന സ്വർണ്ണമാണ്. 2 ലോകം, ഗോമേതകവും സ്വർണം. ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നു, സ്വർണം രാഗത്വം, അനുഗ്രഹം. അവന്റെ മേലെ കാര്യം വരുന്നത്. ആ സ്വർണം അനുഗ്രഹത്തെ, വിടുതലിനെ കാണിക്കുന്നതാണ്. ഗോമേതക ന്യായവതി. അങ്ങനെയുള്ള ആ പ്രിയന്റെ മേൽ ചാരി മരുഭൂമിയിൽ വരിക ഈ മണവാൻ. യേശു വീണ്ടും വരും, കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മൃതിയടഞ്ഞ വിശുദ്ധന്മാരെ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം. ആരെ? മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി ചോദ്യം കേൾക്കണം. സമയം പോയെന്നറിയാൻ കേൾക്കണം. ഇത് അത്യാവശ്യം. വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശിയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോട് മനുഷ്യരുടെ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വിരുദ്ധപ്പെട്ടു. ഈ മരുഭൂമിയിൽ ആ പ്രിയത്തിനെ ചാരി വിശുദ്ധനുമായി ജീവിച്ച് നല്ല അവകാശം പ്രാപിപ്പാൻ എന്നെ കേട്ട ഏവർക്കും ദൈവമിടയാക്കട്ടെ. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്കും അനുവദിച്ചു തന്ന സമയത്തിന് കർത്തദാസന്മാർക്ക് നന്ദി. സാധാരണ എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തി പാട്ടിന്റെ വരിയൊക്കെ പാടുക, പതിവ് വരുന്ന അതെല്ലാം വെട്ടിക്കുറയ്ക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവിനെ ദൈവസഹായം.